നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയേറെയാണ്. ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവികമായ സംരക്ഷണം ലഭിക്കുന്നു, സ്വർഗീയമായ വലിയ ബ്ലെസ്സിങ്സും അതുപോലെ തന്നെ വിടുതലുകളുമൊക്കെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരുന്നു. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും അസമാധാനം കാണുന്നു, യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് കേൾക്കുന്നു. ഈ പല ക്രൈസിസിൻ്റെയും പിന്നിൽ മനുഷ്യൻ്റെ പല ഇൻഫ്ലുവൻസുകളുമാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ദുരന്തമുണ്ടായ സമയത്ത് ഇന്നലെ അതിൻ്റെ നമ്മൾ വീഡിയോസിൻ്റെ ഒക്കെ താഴെ പോയി നോക്കുമ്പോൾ പലരും ഇടുന്ന ഒരു കമൻറ്റ് ഇപ്രകാരമാണ്: ദൈവം എന്തുകൊണ്ട് ഇത് അനുവദിച്ചു എന്നൊരു ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവിടെ മനുഷ്യൻ ചെയ്ത കാര്യങ്ങൾ, മനുഷ്യൻ്റെ ഇൻഫ്ലുവൻസുകൾ ഈ ഭൂമിയിൽ എത്രമാത്രം ഇത്തരത്തിലുള്ള പ്രകൃതിയെ ക്ഷോഭിക്കുന്നതിന് കാരണമാക്കുന്നു എന്നുള്ള കാര്യം അതങ്ങ് മറന്നു പോവുകയാണ്. അവിടെ ദൈവം എപ്പോഴും നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ ഇത്ര മനോഹരമായി സൃഷ്ടിച്ച ദൈവം, പ്രപഞ്ചത്തിനൊരു സന്തുലിതാവസ്ഥ, പ്രപഞ്ചത്തിനൊരു നന്മ, ഈ ഒരു പൂർണ്ണതയെല്ലാം ദൈവമായിട്ട് തന്ന ഒരു പരിപൂർണതയുണ്ടായിരുന്നു, അല്ലേ? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ ഭാഗമാണ്, നമ്മളെല്ലാവരും ആ ദൈവത്തിൻ്റെ കൈകളും കാലുകളുമാണ്. എത്ര വലിയൊരു മനോഹരമായൊരു പിക്ചറാണ് ദൈവത്തിൻ്റെ വചനം പുതിയ നിയമത്തിലൂടെ ലോകത്തിന് ഈശോ മിശിഹ, നമ്മുടെ കർത്താവായ ഈശോ നൽകുന്നത്. ഈശോയുടെ മക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കൈകളും കാലുകളുമാണ്. അപ്പം നമ്മളോട് ദൈവം സൽപ്രവൃത്തി ചെയ്യുവാൻ ആവശ്യപ്പെടുന്നത് ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിലൂടെ അവിടുന്ന് നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്ന് ഇന്ന് നമ്മളുടെ ആന്തരികമായ മനുഷ്യനിൽ അവിടുന്ന് വസിക്കുന്നു. നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും ദൈവമുണ്ട്, ദൈവം വസിക്കുന്നു എന്നുള്ള ആ ഒരു വലിയ സത്യത്തെ പുതിയ നിയമം നമുക്ക് തുറന്നു കാട്ടിത്തരികയാണ് കൊളോസസ് 1:27 ആ ദൈവത്തിൻ്റെ കൈകളും കാലുകളുമാണ്, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കെല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. നമ്മളെയൊക്കെ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ടെന്നുള്ളൊരു കാര്യം പൗലോസ്ലീഹ ലേഖനങ്ങളിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. 1 കൊരിന്ത്യർ 12:27. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുമ്പോൾ ഈശോയുടെ രക്തം കൊണ്ട്, അതായത് നമ്മളെ വീണ്ടെടുത്ത കർത്താവിൻ്റെ ആ വിലയേറിയ രക്തത്തിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആന്തരികമായ മനുഷ്യനിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയപ്പെടുകയും ആന്തരികമായ മനുഷ്യൻ ശക്തിപ്പെടുകയും ചെയ്യുന്നത്. അതായത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അഭിഷേകം, ആ അഭിഷേകം നിങ്ങളുടെ സ്പിരിറ്റിലുണ്ട്. ആ സ്പിരിറ്റിലുള്ള ക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങളുടെ മനസ്സിൻ്റെ തലങ്ങളിൽ നിറയപ്പെടുമ്പോഴാണ് ക്രിസ്തു നിങ്ങളുടെ മനസ്സിൻ്റെയും നിങ്ങളുടെ ആത്മാവിൻ്റെയും രാജാവായി വാണരുളുന്നത്. ആ ആത്മാവിൻ്റെ തലത്തിൽ നിന്ന് ശരീരത്തെ നിയന്ത്രിക്കുന്ന തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് കൺട്രോൾ ചെയ്യുമ്പോഴാണ് ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം, പരിശുദ്ധാത്മ അഭിഷേകത്തിലൊരു ജീവിതം സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്: ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം. എല്ലാവർക്കും സുഖമാണല്ലോ, അല്ലേ? ഇന്ന് തിരുരക്തത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ട ജൂലൈ മാസത്തെ ഇന്നത്തെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, ഓൺലൈനിലൊരു റിട്രീറ്റ് ഉണ്ടായിരുന്നു, പള്ളിയിൽ ഇനിയൊരു ഈവനിങ് റിട്രീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് സമയമുണ്ട്. ആ സമയത്ത് ഓൺലൈനിൽ ഫേസ്ബുക്കിൽ വന്നൊരു ടോക്ക് കൊടുക്കണം എന്ന് ഈശോ ഉള്ളിൽ പറഞ്ഞു. കാരണം നമുക്ക് ഈ ഒരു മാസം ഈശോയുടെ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട മാസമാണല്ലോ. അപ്പോൾ തിരുരക്തത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് അതാ തിരുരക്തത്തിലൂടെ നമുക്ക് ലഭിച്ച ആ വിടുതലുകൾ, ആ വലിയ വിടുതലിൻ്റെ വലിപ്പത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. തിരുരക്തത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് സഹോദരൻ, ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നത് ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച്. ഇപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും: ഈശോയുടെ തിരുരക്തമേ, എൻ്റെ രോഗാവസ്ഥയെ സമർപ്പിക്കുന്ന തിരുരക്തത്തിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ രോഗാവസ്ഥ ഇപ്പോൾ സൗഖ്യമാകട്ടെ എന്ന് പറയുന്ന നിമിഷം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളെ സ്പർശിക്കുവാൻ ഇടയായിത്തീരും. ഗലാത്യ 5-ാം അധ്യായം 16 മുതലുള്ള വാക്യം:
ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമ്മൾ വ്യാപരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നമുക്ക് കിട്ടണ്ടേ? നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കാൻ. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ്ങിൽ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഈശോയെ, അങ്ങയുടെ വിലയേറിയ തിരുരക്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് പറയാം. ഹല്ലേലൂയ. അതിന് രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അപ്പോൾ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് നമ്മൾ വ്യാപരിക്കണം. അങ്ങനെ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ വിലയേറിയ തിരുരക്തത്തെ മുറുകെ പിടിക്കുക. പലപ്പോഴും ആൾക്കാർക്കുള്ളിലുള്ള ഒരു മൽപ്പിടുത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വടംവലി പോലത്തെ സംഭവം. മനുഷ്യർ ചിന്തിക്കും, അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ എനിക്ക് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെങ്കിൽ, ബലഹീനതകളും കുറവുകളുമുള്ള ഞാൻ എങ്ങനെയെങ്കിലും നിയമം, ദൈവം നൽകിയ കൽപ്പനകൾ എൻ്റെ സ്വന്തം ശക്തിയിൽ ഞാൻ ആശ്രയിച്ചത് ജീവിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ പരിശുദ്ധാത്മാവ് എന്നോട് കരുണ കാണിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു ഗൈഡൻസ് തരത്തുള്ളൂ എന്നൊരു തെറ്റായ ധാരണ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അത് തെറ്റായ ധാരണയാണെന്ന് പറയാൻ കാരണം, പുതിയ നിയമത്തിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബലഹീനരാണെന്ന് ദൈവത്തിനറിയാം. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകുകയാണ്. ഈശോയുടെ പരിഹാര ബലിയിലൂടെ, കർത്താവിൻ്റെ കുരിശുമരണത്തിലൂടെ, ആ കുരിശു ബലിയിൽ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ഈശോ മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കടന്നു വരുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വിശ്വാസത്തെയാണ് ദൈവം നോക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാൻ, ദൈവികമായ നീതീകരണം ലഭിക്കുവാൻ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ലഭിക്കുവാൻ നമ്മൾ എന്തിനെയാണ് മുറുകെ പിടിക്കേണ്ടത്? നിയമത്തെയാണോ മുറുകെ പിടിക്കേണ്ടത്? പരിശുദ്ധ കുർബാനയാണ് മുറുകെ പിടിക്കേണ്ടത്. പരിശുദ്ധ കുർബാനയെ, യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയെ നമ്മൾ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ. അത് റോമാലേഖനത്തിൽ വ്യക്തമായിട്ട് കർത്താവിൻ്റെ അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. റോമാലേഖനം, ഹല്ലേലൂയ, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ഈശോയുടെ തിരുരക്തത്തിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടും. ആ തിരുരക്തത്തിൻ്റെ അഭിഷേകം നമുക്ക് വലിയ സമാധാനം പ്രദാനം ചെയ്യും. ഇന്ന് നിങ്ങളിത് സമയമെടുത്ത് ഈ ഒരു വചന ശുശ്രൂഷ നിങ്ങൾ കേൾക്കുമ്പോൾ ഗോഡ് വിൽ ഡെഫിനറ്റ്ലി ബ്ലസ് യു. വലിയ ബ്ലെസ്സിങ്സ് ദൈവം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. റോമാ 3:20, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. കണ്ടോ, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പം നിയമം കൊണ്ട് എന്താ ഉണ്ടാകുന്നത്? നിയമം വഴിയായിട്ട് പാപം എന്താണെന്നുള്ളൊരു ബോധം മനുഷ്യനുണ്ടാകുന്നുവെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ എന്തിനാണ് മുറുകെ പിടിക്കേണ്ടത്? ഇവിടെയാണ് നമ്മുടെ വിടുതലിരിക്കുന്നത്. നമ്മൾ മുറുകെ പിടിക്കേണ്ടത് എന്തിനെയാണെന്ന് തൊട്ട് താഴെ പറയുകയാണ്. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഞാൻ ദൈവവചനമാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്തേ. റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം എടുത്തേ. ഇത് അനീഷ് ബ്രദർ എവിടെയെങ്കിലും ഇരുന്ന് ചുമ്മാ പറയുന്നത് നിങ്ങളുടെ ബൈബിളിലുള്ള കാര്യമാണ്. നിങ്ങളുടെ POC ബൈബിളോ ഏത് സത്യവേദ പുസ്തകമോ നിങ്ങളുടെ ബൈബിൾ എടുത്തേ. ബൈബിൾ റോമാലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം വായിച്ചേ. നിയമവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ദൈവനീതി നിയമത്തിലൂടെ അല്ലാതെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന ഭൂമിയിലുള്ള ഏതും മനുഷ്യനും, സ്ത്രീയോ പുരുഷനെന്നുള്ള വ്യത്യാസമില്ല. പണ്ഡിതൻ പാമരൻ അല്ലെങ്കിൽ ധനികൻ കുബേരൻ വ്യത്യാസങ്ങളില്ല. ഇന്ന രാജ്യക്കാരൻ, ഇന്ന കളറുകാരൻ, ഭാഷ, രാജ്യ വ്യത്യാസങ്ങളിൽ ഏതും മനുഷ്യനും ലഭിക്കുന്ന ഒരു ദൈവനീതി, ഏതും മനുഷ്യനും, വീണ്ടും ഞാൻ പറയുന്നു, ഏത് മനുഷ്യനും ലഭിക്കുന്ന ഒരു ദൈവനീതി. ഇത് കേൾക്കുകയും ഈ ദൈവനീതിയെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരുവനിലാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. മനുഷ്യനുള്ളൊരു തെറ്റിദ്ധാരണ എന്താ? മനുഷ്യൻ വിശ്വസിക്കുന്ന
നിയമത്തെ ഞാൻ മുറുകെ പിടിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുന്നത്. പുതിയ നിയമം നമ്മളോട് പറയുന്നു, വിശ്വസിക്കുന്ന ഏതൊരുവനും, ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏതൊരുവനും ദൈവത്താൽ നീതീകരിക്കപ്പെടുന്നു. അങ്ങനെ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ഹല്ലേലൂയ. ഈ ദൈവനീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. ആരെന്നൊരു വ്യത്യാസം ഇവിടെ ഇല്ല കേട്ടോ. ആരെന്നുള്ള വ്യത്യാസമില്ല. നിങ്ങൾ ആരെന്നുള്ളൊരു വ്യത്യാസം പലപ്പോഴും ഞാൻ എൻ്റെ ചിലവരിങ്ങനെ പറയും, എൻ്റെ ഫാദർ ഭയങ്കര പ്രാർത്ഥനക്കാരൻ, എൻ്റെ വല്യപ്പച്ചൻ ഭയങ്കര പ്രാർത്ഥനക്കാരൻ. ഇത് ആരെന്നുള്ളൊരു വ്യത്യാസമില്ല. ദൈവം നീതീകരിക്കുന്നത് നീ ആരെന്ന് നോക്കിയല്ല, നീ എന്താണ് വിശ്വസിക്കുന്നത് നോക്കിയാൽ. ഡു യു ബിലീവ് ഈശോ എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ടാണ് അവിടുന്ന് ബലിയായി തീർന്നത്, കുർബാനയായത്. കുർബാന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? ബലി. നിനക്ക് വേണ്ടി മരിച്ചപ്പോൾ അവിടുന്ന് നിന്നെ വീണ്ടെടുത്തു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസത്തിലൂടെ നീ നീതീകരിക്കപ്പെടുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായത്തിന് 18-19 വാക്യം. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള അമൂല്യമായ രക്തം കൊണ്ടാണ് അവിടുന്ന് നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. തുടർന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, 23 മുതലുള്ള വാക്യം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ഈ വാക്കെന്ന് പറഞ്ഞ് സൗജന്യം. എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? സൗജന്യം, ഫ്രീ ഓഫ് കോസ്റ്റ്. സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. അപ്പം നീതീകരിക്കുന്ന ഒരാളുണ്ട്. ആരാ നീതീകരിക്കുന്നത്? പിതാവായ ദൈവം. എല്ലാവരും പാപം ചെയ്ത ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ, കൃപ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അർഹതയില്ലാത്ത ദാനം. എന്താണ് നമുക്കുള്ള അർഹതയില്ലാത്ത ദാനം? നമുക്ക് ലഭിക്കുന്ന അർഹതയില്ലാത്ത ദാനം എന്താ? നമുക്ക് യോഗ്യതയില്ല, പക്ഷെ നമുക്ക് ലഭിക്കുന്ന ദാനമാണ് കുരിശിലെ ബലിയിലൂടെ ഇന്ന് കടന്നു വരുന്ന ദൈവിക ജീവന്റെ സമൃദ്ധി. ഈ സമൃദ്ധിയെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവ് ദൈവിക ജീവന്റെ സമൃദ്ധിയിൽ നിറയപ്പെടുമ്പോൾ, ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചു, അവിടെ നിന്ന് രക്ഷകനാണ്, നാഥനാണ്, അപ്പനാണ്, കർത്താവാണ് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ആത്മാവ്, ജീവൻ, സ്പിരിറ്റ് റീജനറേറ്റഡ് ആണ്, കംപ്ലീറ്റ്ലി റിക്രിയേറ്റഡ് ആണ്. ഒരു പുതിയ സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് ദൈവപിതാവ് നിനക്ക് നൽകിയിട്ടുണ്ട്. അവിടെ ഈശോ നിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. എന്നാൽ ആ നിന്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ നീതീകരണത്തിലൂടെ, അതായത് ക്രിസ്തുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിൽ നമ്മൾ ഓരോ ദിവസം വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മളിലെ മനസ്സിൻ്റെ തലത്തെ, നമ്മുടെ സോൾ റലത്തെ പരിശുദ്ധാത്മ അഭിഷേകത്തിലൂടെ നിയന്ത്രിച്ച് ആ ഒരു റലത്തെ മുഴുവനും ക്രിസ്തുവിൻ്റെ മഹത്വം കൊണ്ട് നിറച്ച് ക്രിസ്തുവിൻ്റെ ഡൊമീനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിലാണ് പലപ്പോഴും നമുക്ക് ദേഷ്യം വരുന്നത്, ആൻസൈറ്റി വരുന്നത്, ചില വ്യക്തികളോട് വെറുപ്പ് വരുന്നത്. അപ്പോൾ ഈശോയുടെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ മനസ്സിൻ്റെ തലത്തെ ക്രിസ്തുവിൻ്റെ മഹത്വം കൊണ്ട് നിറയ്ക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മഹത്വം നിറയപ്പെടുമ്പോൾ നമുക്ക് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരെ സ്നേഹിക്കാനുള്ളൊരു വലിയൊരു പ്രേരണ, അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും ഒക്കെയുള്ള ക്രിസ്തുവിൻ്റെ മഹത്വം നമ്മളെ ക്രിസ്തുവിന് സമാനമായ രീതിയിൽ ചിന്തിപ്പിക്കുവാൻ തുടങ്ങും. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയുള്ള വലിയ സംരക്ഷണം ആ വ്യക്തികൾക്ക് ആ സമയത്ത് ലഭിക്കുവാനിടയായിത്തീരുകയാണ്. കാരണം ഈ രക്തത്തിലൂടെയാണ് വീണ്ടെടുപ്പും പാപമോചനവും നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എഫെസോസ് ലേഖനത്തിന് 1:7 പറയുന്നു, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പം രക്തം വഴിയായിട്ടാണ് രക്ഷ കൈവന്നിരിക്കുന്നത്. നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല രക്ഷ വരുന്നത് ഈശോയുടെ രക്തം വഴിയായി രക്ഷ കൈവന്നിരിക്കുന്നു. ഈ രക്ഷ എന്ന് പറയുന്നത് ആത്മാവിൽ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ബ്രാൻഡ് ന്യൂ സ്പിരിറ്റിനെ കർത്താവ് നൽകുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സോളിനെ ഈ രക്ഷ ലഭിച്ച ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ശക്തിയിലൂടെ അവൻ്റെ ആത്മാവിൻ്റെ തലത്തെ, മനസ്സിൻ്റെ തലത്തെ, ചിന്തയുടെ തലത്തെ ക്രമീകരിക്കപ്പെട്ടുകൊണ്ട് വചന കേൾവിയിലൂടെ, വചനം പഠിക്കുന്നതിലൂടെ, പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നമ്മൾ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സാൽവേഷൻ, നമ്മുടെ സോളിൻ്റെ മണ്ഡലത്തിൻ്റെ രക്ഷ അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നത്. ഹല്ലേലൂയ. മൂന്നാമതൊരു തലം കൂടെയുണ്ട്, നമ്മുടെ ശരീരം.
ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ സ്പിരിറ്റിലും സോളിലും നിറയപ്പെടുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ശരീരത്തിലും വരും. അതാണ് രോഗസൗഖ്യങ്ങൾ, വിടുതലുകൾ, ഡെലിവറൻസുകൾ. ഇതൊക്കെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ സ്നേഹം നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്, സൗഖ്യമാക്കുന്നുണ്ട്. ആദ്യം സ്പിരിറ്റിനെയും പിന്നെ സോളിനെയും പിന്നെ ബോഡിയെയും കർത്താവ് സൗഖ്യമാക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുന്നത് 3 യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നിനക്ക് ഐശ്വര്യം ഉണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് ക്ഷേമസ്ഥിതിയിലാകുന്നത് പോലെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിന്റെ ആത്മാവിൻ്റെ മണ്ഡലം നിറയപ്പെടുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ നിന്റെ ശരീരത്തിലും നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് നിറയപ്പെടും. ഹല്ലേലൂയ. ഈശോയെ ആരാധന പറഞ്ഞ്, ഈശോയെ മഹത്വം, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ. അപ്പം കർത്താവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട നിന്റെ സ്പിരിറ്റിനകത്ത് കർത്താവിൻ്റെ മഹത്വം ഇരിപ്പുണ്ട് കേട്ടോ. നിന്റെ ഉള്ളിൽ കർത്താവ് വന്ന് വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയെ നിന്റെ ജീവിതത്തിൽ നീ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മുകളിൽ ആ കർത്താവിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ കർത്താവ് തയ്യാറാണ്. ഇവിടെ നമ്മുടെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു യോജിപ്പ്, നമ്മുടെ ഒരു സബ്മിഷൻ അവിടെ ദൈവാത്മാവ് ആവശ്യപ്പെടുകയാണ്. അവിടെയാണ് നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ നേരിടുന്ന ശത്രുക്കൾ എന്ന് നമുക്ക് തോന്നുന്ന ആ മണ്ഡലത്തെ കർത്താവ് പാദപീഠമാക്കും. നിന്റെ മുൻപിൽ നിന്ന് നീ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കർത്താവ് തൻ്റെ പാദപീഠമാക്കി തീർക്കും. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹെബ്രായർ 10:13 ഒരു വാക്യമുണ്ട്, ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. അപ്പോൾ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തി എന്നെ വീണ്ടെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ രക്തത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ തിരുരക്തത്തിൻ്റെ അഭിഷേകവും തിരുരക്തം നൽകുന്ന ശക്തിയും അവനെ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 11-ാം വാക്യം, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ദുഷ്ടാരൂപിയുടെ മേൽ, പിശാചിൻ്റെ മേൽ വിജയം നേടിയത് എപ്രകാരമാ? കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം. അവരുടെ സാക്ഷ്യത്തിൻ്റെ വചനം. ഈ ബൈബിൾ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ വെളിപാട് പുസ്തകം എഴുതുന്ന സമയത്ത്, പൗലോസ്ലീഹ ലേഖനം എഴുതുന്ന സമയത്ത് അവരുടെ അനുഭവമാണ് അവരുടെ സാക്ഷ്യം. അവർ പറയുന്നത് ഞങ്ങൾ കണ്ടതാണ് അവനെ, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ തൊട്ടതാണ്, ഞങ്ങൾ രുചിച്ചറിഞ്ഞതാണ്. അല്ലാതെ അവരുടെ തിയോളജിക്കൽ ഡോക്ട്രിനോ പാണ്ഡിത്യമോ അല്ലായിരുന്നു. ദേ ഹാഡ് എക്സ്പീരിയൻസ്ഡ് സംതിങ്. അവർക്കൊരു വലിയൊരു ഹോളി സ്പിരിറ്റിൽ അവർക്കൊരു ലിബറേഷൻ അനുഭവിക്കാനിടയായി തീർന്നു. വലിയൊരു ഫ്രീഡം അവർക്ക് ഉള്ളിലുണ്ടായിരുന്നു. ആ ഫ്രീഡം അനുഭവിച്ചറിഞ്ഞ അവർക്ക് അവരുടെ ആത്മാവിൽ അവർ അനുഭവിച്ചറിഞ്ഞ അവരുടെ ഒരു സാക്ഷ്യമുണ്ട്. ക്രിസ്തുവിൽ അവർക്ക് ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൽ നിന്ന് അവർക്ക് ലഭിച്ചതും ക്രിസ്തുവിൽ അവരിൽ സംഭവിച്ചതുമായ കാര്യത്തിൻ്റെ ഒരു സാക്ഷ്യം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യം എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിലൊന്നാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങൾ. അപ്പോൾ ആ പൗലോസ്ലീഹയുടെ ലേഖനമാണ് ആദ്യം എഴുതുന്നത്. അതിനുശേഷം പിന്നീടാണ് നമ്മൾ സുവിശേഷ ഭാഗങ്ങളൊക്കെ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാനൊക്കെ എഴുതപ്പെട്ടത്. അപ്പോൾ ആദ്യം പൗലോസ്ലീഹ ഒരു കാര്യം പറയുന്നത്, കൊറിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചത് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് പറഞ്ഞ് പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന കാര്യം എന്താ? കർത്താവിനെ കാണിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് തന്നെ വിഭജിച്ച് നമുക്ക് വേണ്ടി തന്നു. അല്ലെങ്കിൽ ആ ഒരു ഭാഗം എടുത്ത് വായിക്കാം കേട്ടോ. 1 കൊരിന്തോസ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. 1 കൊരിന്തോസ് 11:23, കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ്, കർത്താവ് യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അത് മുറിച്ചതിന് ശേഷം അപ്പമെടുത്ത് കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതെൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. അപ്പോൾ ഈ പുതിയ ഉടമ്പടി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്തിലൂടെ. ഹല്ലേലൂയ. ആ വിലയേറിയ തിരുരക്തത്തിലൂടെ, പുതിയ ഉടമ്പടിയുടെ വിലയേറിയ കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത്, വിമോചിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. റോമാലേഖനത്തിലേക്ക് മടങ്ങി വരാം. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം,
വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. നിനക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നു, എനിക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നു. വിശ്വാസം വഴി ലഭിക്കുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരം. അപ്പോൾ വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം ഈശോനെ നിശ്ചയിച്ചു തന്നെന്ന് പറഞ്ഞു. അതായത് ഈശോ ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഏറ്റവും വലിയ പർപ്പസ്, നമുക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് കർത്താവ് ഈ ഭൂമിയിൽ വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. രക്തം കൊണ്ടുള്ള പാപമോചനം, രക്തം കൊണ്ടുള്ള പാപ പരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. 2 കൊരിന്ത്യർ 5:21 നമ്മൾ കാണുന്നത്, നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവൻ നമുക്കായി പാപമായി തീർന്നു. അപ്പം ഈ ഒരു ഭാഗം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഹോളി സ്പിരിറ്റിൻ്റെ അഭിഷേകം നമ്മുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിറയപ്പെടുന്നത്. ഈ ഹോളി സ്പിരിറ്റിൻ്റെ അഭിഷേകം നമ്മൾക്ക് ലഭിക്കുന്നതിലൂടെയാണ് ആത്മാവിലുള്ള ജീവിതം സാധ്യമാകുന്നത്. അപ്പം ഹോളി സ്പിരിറ്റിൻ്റെ അനോയിറ്റിങ്ങിലൂടെ നമ്മുടെ ഉള്ളിലെ സ്പിരിറ്റ് റീക്രിയേറ്റഡ് ആകുന്നു. അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഈശോയുടെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ നമ്മുടെ സോളിനെ ദൈവം ആത്മാവിൻ്റെ അഭിഷേകത്തിൽ വഴി നടത്തുന്നു. അപ്പോൾ ഈ ഒരു വഴി നടത്തപ്പെടുന്ന ഒരു ജീവിതത്തെയാണ് പുതിയ നിയമത്തിലെ ക്രിസ്തീയ പുതിയ ജീവിത ശൈലിയായിട്ട് നമ്മൾ കാണുന്നത്. ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ജീവിതം, നിങ്ങൾ ഏത് ഡിനോമിനേഷനിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഇതാണ് കോർ എലമെന്റ്. ഇത് സാധ്യമാണ്. ഇത് സഭ എന്നുള്ളത് യേശുവിൻ്റെ ശരീരമാണ്. ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ദൈവം ഈ ഒരു ആത്മാവിൻ്റെ അഭിഷേകത്തിലുള്ളൊരു ജീവിതത്തിലേക്കാണ് നമ്മളെല്ലാവരെയും വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈഫിലേക്ക് കയറി കഴിയുമ്പോഴത്തേക്കും അവിടെ ഭിന്നിപ്പുകളില്ല. കാരണം അവിടെ നമുക്ക് മനസ്സിലായി അതായത് ഇപ്പം നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും പണ്ട് ഇങ്ങനെ പറയുമായിരുന്നു, അതായത് ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്ന സ്കൂളിൽ ഭയങ്കര റിസൾട്ടാണ്, ഇന്ന സ്കൂൾ റിസൾട്ട്. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, 10ാം ക്ലാസ്സിൽ ഏത് സ്കൂളിൽ പഠിച്ചാലും പരീക്ഷ എല്ലാം ഒന്നല്ലേ, എക്സാം എല്ലാം ഒന്നാണ്. ഇന്ന സ്കൂളിൽ പഠിച്ചു, ഞാൻ വലിയ മലയുള്ള സ്കൂളിലാണ് പോയത്, പാരമ്പര്യമുള്ള സ്കൂളിലാന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ 100 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളിലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം, പരീക്ഷയെല്ലാം ഒന്നാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളോട് എല്ലാവരും പറയുന്നൊരു കാര്യം, എൻ്റെ മക്കളെ, ദൈവം നമ്മളെ വിളിക്കുക, നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് മറ്റൊന്നിനുമല്ല, നിങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ചിന്തിയ വിലയേറിയ തിരുരക്തത്തിൻ്റെ ശക്തിയിലാണ്. ആ രക്തത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോ, നീയും നിൻ്റെ കുടുംബത്തെയും കർത്താവിൻ്റെ വലിയ സംരക്ഷണം കൊണ്ട് അവിടുന്ന് പൊതിഞ്ഞു പിടിക്കും. അവിടുന്ന് സംരക്ഷണം കൊണ്ട് പൊതിഞ്ഞു പിടിക്കും നിങ്ങളെ. ഹല്ലേലൂയ, യേശുവേ ആരാധന. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായ ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തൻ്റെ ക്ഷമയിൽ പഴയ പാപങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ നീതി വെളിപ്പെടുത്തുവാനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവാം ദൈവം, പിതാവാം ദൈവം നീതീകരിക്കുന്നു എന്ന് മാത്രമല്ല, താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. തെളിയിക്കും. നീ നീതീകരിക്കപ്പെട്ടെന്നുള്ള കാര്യം ദൈവം തെളിയിക്കും. അങ്ങനെ ഒരു ഭാഗമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഹൈന്ദവ ഭവനത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കും, പക്ഷേ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് തെളിയിക്കുന്ന ആരാ? പിതാവായ ദൈവം. അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ സംഭവിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വീര്യപ്രവർത്തികൾ നടക്കും. അപ്പോൾ മനസ്സിലാവും നിങ്ങൾ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞു, ഇത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനെ നീതീകരിക്കുമെന്നാണ് പറഞ്ഞു, ഇന്നയാളെന്ന് പറഞ്ഞിട്ടില്ല. ഏത് വ്യക്തി, ഇതൊരു പവറാണ്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് നീതീകരണം. ഈ പവർ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്, ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയിലേക്ക് ഈ പവർ വരും. അവരുടെ ഉള്ളിലേക്ക് ആത്മാവിൻ്റെ ശക്തി കടന്നു വരികയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉള്ളിൽ കിട്ടിയ ഒരു വ്യക്തിക്ക് ആത്മാവിൻ്റെ അഭിഷേകം ആ വ്യക്തിയെ വഴി നടത്തുമ്പോൾ ആത്മാവിൻ്റെ അഭിഷേകം ആ വ്യക്തിയെ പാപത്തിന് മരിച്ചവനാക്കി തീർക്കും. അതുവരെ ജൂതന്മാർ, മതപുരോഹിതര്,
10 കൽപ്പനകൾ ഉപയോഗിച്ച് ഓരോ വ്യക്തിയോടും ഇതാണ് പാപം, ഇതാണ് പാപം, ഇത് നിങ്ങൾ ചെയ്യരുതെന്ന് പറയുന്ന പാപം തന്നെ മനുഷ്യർ ചെയ്യുന്നു, പഠിപ്പിക്കുന്നവരും അതിൽ വീഴുന്നെങ്കിൽ അതിൽ നിന്ന് ദൈവപുത്രൻ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തി യഥാർത്ഥ വിശുദ്ധ ജീവിതം, പ്രാക്ടിക്കൽ ഹോളി ലൈഫ്, അതെങ്ങനെയാണ് ജീവിച്ച് കാണിച്ചു തന്നു, അതിനുവേണ്ട വഴി മുഴുവനും ഈശോ തുറന്നു നമുക്കായത്. യേശുവെ ആരാധന. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത് എത്ര വലിയ കാര്യമല്ലേ. ഈശോയുടെ തിരുരക്തത്തിലൂടെ അവിടുന്ന് നമുക്ക് വേണ്ടി നൽകിയ രക്ഷയെക്കുറിച്ചൊന്ന് ധ്യാനിച്ച്. അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല ഇതെല്ലാം സൗജന്യമായിട്ട് ദൈവം നമുക്ക് തന്നത്. സൗജന്യമായി നമ്മളെ നീതീകരിക്കുകയാണ്, സൗജന്യമായി നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. റോമാലേഖനത്തിൻ്റെ അടുത്ത അധ്യായങ്ങളിൽ, അതായത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യേശുവേ ആരാധന, അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. ഇന്ന് നമ്മൾ ലോകം മുഴുവൻ കാണുന്നത്, അതായത് ഒരുപാട് പ്രശ്നങ്ങൾ ലോകത്ത് മുഴുവൻ നമ്മൾ കാണുന്നുണ്ടല്ലേ. ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ച് കേൾക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുക, യേശുവിൻ്റെ രക്തത്തിലൂടെ നീതീകരിക്കപ്പെട്ട നാം ഈശോ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ, സുനിശ്ചിതമാണെന്നാണ് പറയുന്നത്. ഈശോയുടെ തിരുരക്തത്തിലൂടെയുള്ളൊരു വലിയ സംരക്ഷണം നമുക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറി ഈ വചനം എടുത്തു കാണിക്കുക. നമ്മൾ യേശുവിൻ്റെ രക്തത്തെ മുറുകെ പിടിക്കണം. ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ്, ഈശോയുടെ രക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു, ഈശോയുടെ രക്തം ജയം, എൻ്റെ കർത്താവെ അവിടുത്തെ രക്തം കൊണ്ട് ഞാൻ എന്നെ കഴുകുന്നു, വിശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കുന്നു. അപ്പോൾ പാപങ്ങൾ മൂലം മൃതരായിരുന്ന ഒരു മനുഷ്യൻ്റെ സ്പിരിറ്റിനെ, സോളിനെ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട് കഴുകപ്പെടുന്ന നിമിഷം അവനിൽ പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ഒരു റിക്രിയേഷൻ സംഭവിക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിന് നമ്മളെ കഴുകുവാൻ, നമ്മുടെ സ്പിരിറ്റ്, സോൾ, ബോഡിയെ കംപ്ലീറ്റ്ലി കഴുകി റിന്യൂ ആക്കുവാനുള്ള ശക്തിയുണ്ട്. അവിടുത്തെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം ഈശോ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. അടുത്ത വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ, കേട്ടെ, നാം എങ്ങനെയായിരുന്നപ്പോഴാണ്? നാം ശത്രുക്കളായിരുന്നപ്പോൾ. നമ്മളെന്നാ ദൈവത്തിൻ്റെ ശത്രുവായിരുന്നേ? നമ്മൾ ദൈവത്തിൻ്റെ ശത്രുവായിരുന്നു. നാം ശത്രുക്കളായിരുന്നപ്പോൾ. അപ്പോൾ ഇത് ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഈശോ കുരിശിൽ എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്നു. എന്നാൽ ഈശോയുടെ കുരിശിലെ പരിഹാര ബലിയിൽ വിശ്വസിക്കാതെ സ്വയത്തിൽ വിശ്വസിച്ച അന്നത്തെ കാലത്ത് ജൂതന്മാർ മോശയുടെ കൽപ്പനകളെയും പ്രവാചക കൽപ്പനകളെയും എല്ലാം മുറുകെ പിടിച്ച് ഈശോയിൽ സംഭവിക്കുന്ന കാര്യത്തെ അവർ റിസീവ് ചെയ്യുന്നില്ല. ഈശോയുടെ കുരിശു മരണത്തെ, കുരിശു ബലിയെ ആരൊക്കെ നീക്കം ചെയ്ത് മാറ്റി നിർത്തുന്നോ ആ മാറ്റി നിർത്തുന്നവരെ ദൈവത്തിൻ്റെ വചനം പറയുന്ന ആരായിട്ടാണ്? അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. നാം ശത്രുക്കളായിരുന്നപ്പോൾ, ദൈവം അവരെ സ്നേഹിക്കാത്തവരാണെന്നല്ല പറയുന്നത്, ദൈവം അവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവർ സ്വയമേ ശത്രുക്കളായി മാറി. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ, അപ്പം ദൈവവുമായിട്ട് ഒരു വ്യക്തി രമ്യതപ്പെടുന്നത് എപ്രകാരമാണ്? ഈശോയുടെ കുരിശിലെ മരണത്തിലൂടെ, ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ ദൈവവുമായി രമ്യതപ്പെടുന്നത്. ഹല്ലേലൂയ. ഇതാർക്കും, ഏത് മനുഷ്യനും വിശ്വസിക്കാതെ, ദൈവപുത്രൻ എനിക്ക് വേണ്ടി മരിച്ചുവെന്നും അവിടുത്തെ രക്തം കൊണ്ട് അവിടുന്ന് എന്നെ വിലയ്ക്ക് വാങ്ങുന്നത് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന സെക്കൻഡിൽ അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. അവൻ ദൈവത്തിന് അനുകൂലമായി തീരുകയാണ്. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ, രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ്, ഉറപ്പാണ്. കർത്താവിൻ്റെ ജീവനിലൂടെ, അതായത്
ഹോളി കമ്മ്യൂണിയൻ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ദൈവിക ജീവൻ്റെ സമൃദ്ധിയാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. ഈ ദൈവിക ജീവൻ്റെ സമൃദ്ധി നമ്മളെ ജീവിപ്പിക്കുകയാണ്. ഈ ദൈവിക ജീവൻ മൂലം, ഈ ദൈവിക ജീവനിൻ്റെ അഭിഷേകത്തിലൂടെ നമ്മൾ രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണ്. രക്ഷിക്കപ്പെടുമെന്നത് പറയുമ്പോൾ ആൾക്കാർ ഓർക്കും, ഞാൻ ഇനി എങ്ങോട്ടാണ് ഞാൻ രക്ഷിക്കപ്പെടാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈശോയുടെ കുരിശുഭരണത്തിലൂടെ നമ്മുടെ സ്പിരിറ്റിനെ കർത്താവ് എന്നേക്കുമായി സ്വന്തമാക്കി. ഇനി നമ്മളായിരിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ തലമുണ്ട്, നമ്മുടെ സോൾ റലമുണ്ട്. അവിടെയാണ് ബലഹീനതകൾ നിൽക്കുന്നത്, കുറവുകളുണ്ട്. നമുക്ക് ലൈഫിൽ ഓരോരോ കാര്യങ്ങളിലൂടെ നമ്മൾ കയറി ഇറങ്ങി പോവുകയാണ്. അതിനെ മുഴുവനും നമ്മൾ ഈ ഒരു ആസ് യു അലൈൻ യുവേഴ്സൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളെ പരിപൂർണമായ രക്ഷയിലേക്ക്, നമ്മുടെ ആത്മാവിൻ്റെ പൂർണ്ണമായ ആ കംപ്ലീറ്റ്നെസ്സിലേക്ക് ദൈവാത്മാവിൻ്റെ ശക്തി നമ്മളെ വഴി നടത്തുകയാണ്. അപ്പോൾ നമ്മുടെ സ്പിരിറ്റ് വീണ്ടെടുക്കപ്പെട്ടു. ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് എഫെസോസ് 2:6 പറയുന്നത്. അതോടൊപ്പം തന്നെ കൊളോസസ് 1:27 പറയുന്നത് മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എൻ്റെ ദൈവം ഇതെല്ലാം എങ്ങനെയാണ്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെന്നൊക്കെ ചിന്തിക്കും. ദിസ് ഈസ് ദ ക്രിസ്ത്യൻ തിയോളജി ഇൻ ഇറ്റ് സിംപ്ലിഫൈഡ് ഫോമിലാണ് ഇത് പറയുന്നത്. ഇത് ആത്മാവിൻ്റെ തലത്തിൽ ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഈശോ ഇരിപ്പുണ്ട്. സിമ്പിളായിട്ട് പറയാം, നിങ്ങളുടെ ഉള്ളിൽ ഈശോ ഇരിപ്പുണ്ട്. ഈശോ ഇരിക്കുന്ന ആത്മാവിൻ്റെ ലോകത്തിൽ സുരക്ഷിതമായി നിങ്ങളുടെ ഉള്ളിലെ സ്പിരിറ്റ്, ജീവൻ നിഗൂഢമായി ക്രിസ്തുവിൽ സ്ഥിതി ചെയ്യുന്നു. മനസ്സിലായോ? നിങ്ങളുടെ ജീവൻ എവിടെ ഇരിക്കുന്നത്? അത് കംപ്ലീറ്റ്ലി സെക്യൂറായി, സേഫായി ദൈവത്തിൻ്റെ ഉള്ളിൽ മറയപ്പെട്ടിരിക്കുകയാണ്, മറഞ്ഞിരിക്കുകയാണ്. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. അവിടെ ദൈവം അതിനെ സുരക്ഷിതമാക്കിയിരിക്കുന്നു ഈശോയിൽ വിശ്വസിക്കുന്നവനെ. അനീഷ് ഈ പറയുന്ന കാര്യത്തിനകത്ത് ബൈബിളിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ബൈബിളിൽ തെളിവുണ്ടെന്ന്, തെളിവില്ലാത്ത കാര്യം നമ്മൾ പറയുമല്ലോ. കൊളോസോസ് ലേഖനം 3-ാം 1 വാക്യം, 1 മുതലുള്ള വാക്യം. അവിടെ പറയുകയാണ്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഇത് ഈശോയിൽ വിശ്വസിച്ച, നീതീകരണം സ്വീകരിച്ച, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ആ കൊളോസസിലുള്ളവരോട് പറയുകയാണ്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അപ്പം സ്പിരിറ്റ് ഓൾറെഡി സെക്യൂർഡ്. അതെവിടെയാണ്? ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഈ രണ്ടാമത്തെ തലം സോൾ. നമുക്ക് എല്ലാവർക്കും ഉണ്ട് സ്പിരിറ്റ്, സോൾ, ബോഡി. സ്പിരിറ്റിനെ ഈശോ തന്നെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ അവിടുന്ന് സെക്യൂറാക്കി, സോളിനെ സെക്യൂറാക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ നിറയപ്പെടുന്നു. ആ അഭിഷേകത്തിലൂടെ നമ്മുടെ ആത്മതലത്തെ പരിപൂർണതയിലേക്ക് ദൈവം വഴി നടത്തുകയാണ്. മൂന്നാമതൊരു തലം കൂടെയുണ്ട്, അത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരം, ഫ്ലഷ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിന് രോഗസൗഖ്യങ്ങൾ നടക്കും, ഡെലിവറൻസ് നടക്കും. പക്ഷേ ഒരു ക്രിസ്ത്യൻ ഹോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് യഥാർത്ഥ ക്രിസ്തീയ പ്രത്യാശ? കർത്താവ് നമുക്ക് വേണ്ടി വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഉദ്ധിതനായ യേശുവിന് ഇന്നൊരു ശരീരമുണ്ട്, അല്ലേ? ഉദ്ധിതനായ യേശുവിന് ഇന്നൊരു ഗ്ലോറിയസ് ബോഡിയുണ്ട്, ഉത്ഥാനം ചെയ്തൊരു ശരീരമുണ്ട്. അത് പഴയ ശരീരമാണ്, ഗ്ലോറിയസ് ബോഡിയാണ്. ആ ഉദ്ധാനം ചെയ്ത ശരീരം പോലത്തെ ഒരു ശരീരം യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും പരിശുദ്ധാത്മാവാം ദൈവം, സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്യുകയാണ്. ഇത് വിശ്വാസമാണ്. അപ്പം അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ 2 കാര്യങ്ങൾ ദൈവം ചെയ്തു. കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മുടെ സ്പിരിറ്റിനെ വീണ്ടെടുത്തു. കർത്താവിൻ്റെ വാനമേഘങ്ങളുടെ പ്രത്യക്ഷീകരണത്തിൽ അവിടുന്ന് നമുക്ക് ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ബോഡി, അത് ഫ്യൂച്ചർ, അതും അവിടെ നമ്മുടെ ഭാഗമല്ല. നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ 2ന്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്, നമ്മുടെ സോളിൻ്റെ തലം, ആത്മാവിൻ്റെ തലം. ഈ തലത്തിൽ നമ്മൾ പരിശുദ്ധാത്മ അഭിഷേകത്തിൽ വചനം കേട്ട് പ്രാർത്ഥിച്ച് ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച് നമ്മളെല്ലാവരും ഐക്യമത്യപ്പെട്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കർത്താവ് തൻ്റെ ശക്തിയുടെ പൂർണ്ണതയിൽ വഴി നടത്തുവാൻ ഇടയായത്. അതുകൊണ്ടാണ് നമ്മൾ ഈശോയുടെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപരിക്കുകയാണ് കേട്ടോ. എഫെസോസ് ലേഖനം 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പഠിപ്പിക്കുകയാണ്,
അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കാമോ? എനിക്കാണെങ്കിൽ വൈകിട്ടൊരു പള്ളിയിൽ ഒരു ടോക്ക് കൊടുക്കാൻ കൂടെ പോകണം. പക്ഷേ ഞാനിങ്ങനെ ക്ലാസ് കൊടുക്കും, ഞാൻ പ്രിപ്പയർഡ് ആയിട്ടൊന്നും കൊടുക്കുക. ഞാൻ ഇരിക്കുന്ന സമയത്ത് ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയും, ഇത് അടുത്ത വാക്യം ഇതിലോട്ട് പോകണം, അങ്ങനെ എന്നെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒത്തിരിയും പേർക്ക്, ചിലവർക്കൊക്കെ 5-6 മാസം കഴിഞ്ഞ് 3-4 പ്രാവശ്യം കേൾക്കുമ്പോഴൊക്കെ ഒരുപാട് മെസ്സേജസ് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. ഞാൻ ദൈവത്തിന് പ്രവർത്തിക്കാൻ നന്ദി പറയുന്നു. എൻ്റെ കൂടെ എഫെസോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലേക്ക് വരണം കേട്ടോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ, യഥാർത്ഥ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ഈ വചനം ഒന്ന് തുറന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് എന്നെ കേൾക്കുന്ന കുറേ പേർക്ക് ഒത്തിരി വിടുതൽ കിട്ടും. ഇതെന്നാ പറയുക ഇവിടെ പറയുന്നത്? അതായത് നിങ്ങളുടെ പഴയ ജീവിത രീതി എന്ന് എഫെസോസിലുള്ളവരോട് പറയുന്നത്, ഈശോ കുരിശിൽ അവർക്ക് വേണ്ടി മരിച്ചു എന്നുള്ള വിശ്വാസം ലഭിക്കുന്നതിന് മുൻപ്, ഹോളി കമ്മ്യൂണിയൻ റിസീവ് ചെയ്യുന്നതിന് മുൻപ്, ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്നതിന് മുൻപ് അവർ ജീവിച്ച ജീവിതം, ആ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ? നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ. ആസക്തികൾ വരുമ്പോൾ കലുഷിതമാകുന്ന ഒരു പഴയ മനുഷ്യൻ. ഓർത്ത് നോക്കിക്കേ, ആസക്തികൾ വരുമ്പോൾ അതായത് നിങ്ങൾക്ക് ചില വ്യക്തികൾ ഇങ്ങനെ ധ്യാനമൊക്കെ കൂടിയിട്ട് എന്നോട് പറയാറുണ്ട്, ചേട്ടാ ധ്യാനമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയും കൽപ്പനകളൊക്കെ കുറിച്ചൊക്കെയുള്ള ഭയവും ബോധ്യമൊക്കെ ഉണ്ടായി. ഓക്കെ, സംബന്ധിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ചില കൂട്ടുകാരൊക്കെ പാർട്ടിക്ക് വിളിക്കുമ്പോഴത്തേക്കും മദ്യം കാണുമ്പോൾ ഉള്ളിൽ ഇങ്ങനെ അച്ഛനെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ധ്യാനഗുരു ബ്രദറാകാം, വചനപ്രഘോഷണം ആരും കേട്ടോ, ഡസിമാർ, അയാൾ പറഞ്ഞ കാര്യം ഉള്ളിലോട്ട് വരുമ്പോൾ കുടിക്കരുത്, പക്ഷെ കുടിക്കാൻ ശരീരം മനസ്സ് പറയുന്നു കുടിക്കില്ല. ഈ ഒരു വടംവലി ഉള്ളിലുണ്ട്. അപ്പോൾ ഈ വടംവലിയുടെ സംഭവത്തെയാണ് ഇവിടെ പറയുന്നത്. അത് പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ ഒരു പഴയ മനുഷ്യൻ. ഇങ്ങനൊരു പഴയ മനുഷ്യൻ നിങ്ങളുടെ ഉള്ളിലുണ്ടോ? ആ പഴയ മനുഷ്യനെ ദൂരെ എറിയാൻ വചനം പറയും. പക്ഷെ എങ്ങനെ ദൂരെ എറിയാൻ പറ്റും? ഈ പഴയ മനുഷ്യനെ ദൂരെ എറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആർക്കും ആഗ്രഹമില്ല ഡ്രഗ്സ് അടിച്ച് ശരീരത്തിന് ആരോഗ്യം കളയണമെന്നോ, മദ്യപിച്ച് ലക്ക് കെട്ട് വഴി കിടക്കണമെന്നോ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആസക്തികളിൽ കലുഷിതനായി ചെയ്തു പോവുക. ഇതിനെ ദൂരെ അറിയാൻ മദ്യപാനി അടക്കം, ഡ്രഗ് അഡിക്ഷൻ അടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. അത് നടക്കും. അത് നടക്കുന്ന അപ്രകാരം എന്നുള്ളതാണ് അടുത്ത വചനം മുതൽ നമ്മളെ മനസ്സിലാക്കുന്നത്. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇരിപ്പുണ്ട്. നിങ്ങളുടെ സ്പിരിറ്റിനെ യേശു തൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ ബ്രാൻഡ് ന്യൂ ആക്കി. ഇന്ന് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിഗൂഢമായി നിങ്ങളുടെ ജീവൻ സ്ഥിതി ചെയ്യും. ആ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വത്തിലൂടെ, അതായത് വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണടച്ച് കുറച്ച് നേരം ദൈവത്തെക്കുറിച്ച് ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിങ്ങൾക്കറിയാവുന്ന പ്രാർത്ഥനകൾ ചെല്ലുമ്പോൾ ഉള്ളിൽ നിന്നൊരു അഭിഷേകം പുറപ്പെടുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മക്കളോട് നമ്മളെല്ലാവരും ഈശോയുടെ മക്കൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ചൈതന്യം നമ്മളെ നവീകരിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിനുള്ളിൽ തന്നെ ആ അഭിഷേകം പുറത്തോട്ട് വരും. നിങ്ങളുടെ ബാഹ്യ മനുഷ്യനെ, സോളിൽ നിങ്ങൾക്ക് ബലഹീനത ഇട്ടിരിക്കുന്ന ആ ബലഹീനതകളെ മറികടക്കുവാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത്. അത് എക്സ്റ്റേണലി അകത്തോട്ടല്ല, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ആത്മാവിലേക്ക്, ആത്മാവിൽ നിന്ന് നിങ്ങളുടെ ജഡത്തിലേക്ക്. സ്പിരിറ്റിൽ നിന്ന് സോൾ, സോളിൽ നിന്ന് ബോഡി. പിതാവാം ദൈവത്തിൽ നിന്ന് പുത്രനാം ദൈവം, പുത്രനാം ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവാം ദൈവം. പിതാവാം ദൈവം അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്നു. പുത്രനാം യേശു ഭൂമിയിൽ ശരീരം സ്വീകരിച്ച് കടന്നു വന്നു. പുത്രനാം യേശുവിൽ നിന്ന് പരിശുദ്ധാത്മാവാം ദൈവം നമ്മളിലേക്ക് വന്നു. ഓക്കെ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, സ്പിരിറ്റ്, സോൾ, ബോഡി. അപ്പോൾ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഈ കൃപ കടന്നു വരികയാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇരിപ്പുണ്ട്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മൾ കർത്താവിൻ്റെ കൈകളും കാലുകളുമാണ്. എന്നാൽ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയുടെ അഭിഷേകത്തിൽ, പ്രാർത്ഥനയിലൂടെ, വചനത്തിലൂടെ നമ്മൾ വളരുമ്പോൾ ഈ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ സ്പിരിറ്റിൽ നിന്ന് സോളിൻ്റെ റലത്തിൽ നിറയപ്പെടുമ്പോൾ, നമ്മളുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ശരീരത്തെ അത് നിയന്ത്രിക്കുമ്പോൾ ക്രിസ്തുവായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അപ്പോഴാണ് നമുക്ക് ഒത്തിരിയും സൽപ്രവൃത്തി ചെയ്യാൻ, വിഷമിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും, അവരെ സഹായിക്കാൻ തോന്നും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനുഷ്യർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ തോന്നും. പ്രതിഫലം കിട്ടുമെന്ന് ഓർത്തല്ല, നമ്മൾ കർത്താവിന് വേണ്ടി ഓടി നടക്കുക, ഈശോനെ പങ്കുവയ്ക്കുകയാണ്, ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം വയനാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വ്യക്തിപരമായി ചെയ്യാൻ ഉള്ളിൽ ദൈവം തന്നെ തോന്നിപ്പിക്കുമ്പോൾ ആ പ്രചോദനത്തിൽ മുൻപോട്ട് കടന്നു പോവുകയാണ്.
അപ്പോൾ ഈ ഒരു പ്രചോദനത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നേക്കും. അതായത് ദൈവത്തോടൊപ്പം ഭൂമിയിൽ വസിക്കുക, ജീവിക്കുക. വാട്ട് എ ഗ്ലോറിയസ് ലൈഫ് ഈസ് ദാറ്റ്. വാട്ട് എ ഗ്ലോറിയസ് പവർഫുൾ ലൈഫ് ഈസ് ദാറ്റ്. ഇറ്റ് ഈസ് പോസിബിൾ. നമ്മൾ പലപ്പോഴും ഇന്ന് ഈ ചർച്ചസിലൊക്കെ നടക്കുന്ന ഡിവിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി പിള്ളേർ, LKG UKG പഠിക്കുന്ന പിള്ളേർ അവരിട്ട ടൈയുടെയും ഷൂലേസിൻ്റെയും നിക്കറിൻ്റെയും ഷർട്ടിൻ്റെയും ഒക്കെ പേരിൽ അടിക്കുന്ന പോലത്തെ ബഹളങ്ങളാണ് നടക്കുന്നത്. മൊത്തം കാത്തലിക്, പ്രൊട്ടസ്റ്റൻറ്റ്, ഏത് വിഭാഗത്തിലായിക്കോട്ടെ. മെയിൻ സംഭവം അല്ല, മൊത്തം ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷാണ്. മെയിൻ സംഭവം അല്ല. മെയിൻ സംഭവമായിട്ട് യാതൊരു രീതിയിലോട്ടും അതിൻ്റെ 10,000 കിലോമീറ്റർ അടുത്തോട്ട് പോകുന്നില്ല. മെയിൻ സംഭവം എന്ന് വെച്ചാൽ വേറെ വലിയൊരു സംഭവം അപ്പുറത്ത് നിൽക്കുവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ന് ലോകത്ത് ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചു, പക്ഷേ ഈ ഒരു യാഥാർത്ഥ്യം പ്രസംഗിക്കുന്ന ആൾക്കാർ വിരലിലെണ്ണാവുന്നവരായി ചുരുങ്ങി. അതുകൊണ്ട് തന്നെ മനുഷ്യർ അസ്വസ്ഥതയാണ്, മനുഷ്യർ ഓടി നടക്കുകയാണ്. പക്ഷേ ഈ ട്രൂത്ത് എല്ലാം നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിളിൽ തന്നെ ഇതെല്ലാം ഇരിപ്പില്ലേ? ഇതിനകത്തു കൂടെ ഇന്ന് ദൈവം നമ്മളെ ജീവിപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. അവൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ മനുഷ്യനെ ധരിക്കുവിൻ. അത് യേശുവാണ്. യേശു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിച്ച് ക്രിസ്തുവിൻ്റെ ശരീരമായി, അവിടുത്തെ കൈകളായി കാലുകളായി ഇറങ്ങി പുറപ്പെടാനാണ് കർത്താവിൻ്റെ അപ്പസ്തലൻ ആവശ്യപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവമേ ആരാധന, യേശുവേ ആരാധന. ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ പറയുകയാണ്, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം ബാപ്റ്റിസത്തിലൂടെ ക്രിസ്തുവിനെ ധരിക്കുമായിരുന്നു എന്ന വചനത്തിൽ പറഞ്ഞാൽ ധരിക്കുന്നു, ക്രിസ്തുവിനെ ധരിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കുകയാണ്. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ ധരിക്കപ്പെടുകയാണ്. ക്രിസ്തുവിനെ ധരിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന. ബാപ്റ്റിസം തന്നെ പല തലങ്ങളുണ്ട്. അതിൻ്റെ ബുദ്ധിയുടെ തരത്തിലുള്ള ഇതിലോട്ട് പോകരുത്. വാട്ടർ മാത്രമല്ല, സ്പിരിറ്റിലുള്ള ബാപ്റ്റിസമുണ്ട്, ഫയറിലുള്ള ബാപ്റ്റിസമുണ്ട്. ഈശോ ജോർദാൻ നദിയിൽ സ്നാനം സ്വീകരിക്കുന്ന സമയത്ത് സ്നാപക യോഹന്നാൻ ഈശോനെ നോക്കി എന്നാ പറയുന്നത്? എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തൻ. സ്നാപക യോഹന്നാൻ ജലത്തിൽ സ്നാനം നൽകിക്കൊണ്ടിരിക്കും. യേശുവിനെ നോക്കി എന്നാ പറഞ്ഞു? എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാളും ശക്തൻ. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അതായത് ഇത് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് ഒരു അഗ്നി കയറി അങ്ങ് കത്തുക. അതൊരു റിലീജിയസ് പ്രോസസ് അല്ല, ഇറ്റ്സ് എ സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ. ആ അഗ്നി അവനെ വേറൊരു തലം അവൻ്റെ ലൈഫിൽ ഓപ്പൺ ആക്കുകയാണ്. അത് ബുദ്ധിയുടെ തലമല്ല, ആത്മാവിൻ്റെ തലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടുന്നവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം, പരിശുദ്ധാത്മാവിനുള്ള ശക്തി ലഭിക്കുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം ആണ് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. അപ്പോൾ വിശ്വാസത്തിൽ അവർ നീതീകരിക്കപ്പെട്ടു, അല്ലേ? യേശു കുരിശിൽ ബലിയായി തീർന്നു. അതിലൂടെയുള്ള നീതീകരണത്തിന് ശേഷം അവരിലേക്ക് ആത്മാവിൻ്റെ അഭിഷേകം, ഡൗൺ പവർ ഓഫ് ദ സ്പിരിറ്റ്, അതൊരു ബാപ്റ്റിസമാണ്. അത് ഉള്ളിൽ കിട്ടുകയാണ് അതുകൊണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ നമ്മൾ മനസ്സിലാക്കുക, ഈശോയുടെ മനസ്സിനെ മനസ്സിലാക്കുക. കർത്താവ് നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നിഷ്കളങ്കനായ ഒരു മനുഷ്യനേക്കാൾ നിഷ്കളങ്കനാണ് നമ്മുടെ ദൈവം. ഒരു ഹാർഡ് ഹാർട്ടഡ് ആളല്ല. നമ്മൾ ഭൂമിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പേഴ്സണാലിറ്റി, നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടുള്ള, ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു പേഴ്സണാലിറ്റിയേക്കാളും നല്ലയാണ് കർത്താവ്. കർത്താവ് ഒരു എന്നാ പറയുന്നത്, കർത്താവിനെ പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഒരു ആംഗിളിൽ പുള്ളി ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഠിന ഹൃദയനാക്കാറുണ്ട്. അങ്ങനെ ആളല്ല യേശു. ചേർത്ത് നിർത്തുന്നവനാണ്, മനസ്സിലാക്കുന്നവനാണ്. നിങ്ങളുടെ ബെറ്റർമെൻറ്റും നന്മയും അനുഗ്രഹവുമാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുമെങ്കിൽ അതിലെത്രയോ അധികമായി സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ നൽകുവാൻ ആഗ്രഹിക്കും. നിങ്ങൾക്ക് നന്മ വരണമെന്ന് ഈ അപ്പൻ എന്തുവരെ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകണമെന്ന് ഈ അപ്പൻ എന്തുവരെ ആഗ്രഹിക്കുന്നു.
നിങ്ങൾക്ക് നല്ല ജോലി കിട്ടണമെന്ന് ഈ അപ്പൻ എന്തുവരെ ആഗ്രഹിക്കുന്നു. അപ്പൻ്റെ ഹൃദയത്തിന് ആഗ്രഹമാണ് അത്. അതുകൊണ്ടാണ് അപ്പൻ വലിയൊരു വില കൊടുത്തു, സ്വന്തം രക്തം കൊടുത്ത് നിങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പം നിങ്ങളൊരു സ്വർണം പണയം വെച്ച് ഒരു സ്ഥലത്ത് പോയി, നിങ്ങൾക്ക് ഒരു 50,000 രൂപ പെട്ടെന്ന് ആവശ്യം വന്നു. നിങ്ങൾ 50,000 രൂപയ്ക്ക് ഒരു സ്വർണം കൊടുത്ത് പൈസ എടുത്തു. തിരിച്ച് ആ സ്വർണം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 50,000 രൂപയും പിന്നെ പലിശയും കൊടുക്കണ്ടേ? അപ്പൻ ഈ ഭൂമിയിൽ വന്ന് നിങ്ങൾക്ക് കൊടുത്ത വില, അതായത് നിങ്ങളെ വീണ്ടെടുക്കുന്നതിന്, പാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമത്തത്തിൽ നിങ്ങളെ വീണ്ടെടുക്കുന്നതിന് അപ്പൻ കൊടുത്ത വില അപ്പൻ്റെ അവസാന തുള്ളി രക്തം വരെയാണ്. അതായത് നിങ്ങൾക്കുള്ള കടം 1,00,000 രൂപയാണെങ്കിൽ അപ്പൻ കൊടുത്ത വില 1,000 കോടി രൂപയാണ്. അത്രയും വലിയ വില കൊടുത്ത് നിങ്ങളെ സ്വന്തമാക്കി വിലയ്ക്ക് വാങ്ങി. ആ രക്തത്തെ ആശ്രയിച്ച് ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ചിലപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ കുറേ നാളായിട്ട് പ്രാർത്ഥിക്കുന്നില്ലായിരിക്കും, പക്ഷേ ഇന്ന് ഈശോയെ അങ്ങയുടെ രക്തത്തെ ഞാൻ മുറുകെ പിടിക്കുന്നു, അങ്ങയുടെ രക്തത്തെ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന നിമിഷം നിങ്ങളുടെ ആത്മാവിലേക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സമാധാനം കടന്നു വരുവാനിടയായിത്തീരുന്നു. കൊളോസോസ് ലേഖനത്തിന് 1-ാം അധ്യായത്തിൻ്റെ ഭയങ്കര വിഷയം. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കൊളോസോസ് 1:20 വായിക്കുന്നുണ്ട്. ഗലാത്യ 4:4 വായിച്ചിട്ട് കൊളോസോസ് 1:20 വായിക്കാമേ. ഗലാത്യ 4-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. എപ്രകാരം വിമുക്തരാക്കി? രക്തം ചിന്തി വിമുക്തരാക്കി. രക്തം ചിന്താതെ പഴയ നിയമത്തിൻ്റെ ഓരോ ആ ഓൾഡ് ടെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഓൾഡ് ലോസിൻ്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് പുതിയതിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ കഴിയത്തില്ല. അങ്ങനെ രക്തം ചിന്താതെ പാപമോചനമില്ല എന്ന വചനത്തിൽ പറയുന്നു. അപ്പം രക്തം ചിന്തി നമ്മൾക്ക് പാപമോചനം അവിടുന്ന് നൽകി. അതുകൊണ്ട് എഫെസസ് 1:7 നമ്മൾ കാണുന്നത് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് ക്രിസ്തുവിൽ പാപമോചനവും അവിടുത്തെ രക്തം വഴിയായി രക്ഷയും കൈവന്നിരിക്കുന്നു. അപ്പം ഈശോയുടെ രക്തത്തിലൂടെയാണ് ഈ രക്ഷ ലഭിക്കുന്നത്. രക്തത്തിൽ DNA ഉണ്ടെന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈശോയുടെ രക്തം കൊണ്ട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഈശോയുടെ രക്തം കൊണ്ട് നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ രക്തത്തിലൂടെ നിങ്ങൾക്ക് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ ശരീരവും രക്തവുമാണ് ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് ഹോളി കമ്മ്യൂണിയനിലൂടെ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. മൈ ക്വസ്റ്റ്യൻ, ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തി ആരുടെയാണ്? യേശുവിൻ്റെ ശക്തിയാണ്. ഈ സന്ദേശം കേട്ടിട്ട് ഇനി നിങ്ങൾ ഓരോ കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ ഒരു ബോധ്യമുള്ളിലുണ്ടായിരിക്കണം. അതായത് നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളാണ്. വി ആർ ദ ചർച്ച്. നമ്മളാണ് കർത്താവിൻ്റെ ശരീരം. യേശുവിൽ വിശ്വസിക്കുന്ന നമ്മളാണ് ഈശോയുടെ ശരീരമാകുന്ന സഭ. നമ്മളെല്ലാവരും ഉണ്ട് അതിനകത്ത്. ഈ ഭൂമിയിലുള്ള ഈശോ വിശ്വസിക്കുന്ന എല്ലാവരും എൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ആഫ്രിക്കയിലെ ശുശ്രൂഷക്കായിട്ട് കടന്നു പോയപ്പോഴത്തേക്കും നിരവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്ന സമയത്ത് അവിടെയുള്ള മന്ത്രവാദികളും ആഭിചാരകന്മാരൊക്കെ ദുഷ്ടാരൂപിയെ പ്രീതിപ്പെടുത്തി ഒരുപാട് തിന്മകൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളവിടെ ശുശ്രൂഷയിൽ കടന്നു പോയപ്പോൾ ഒരുപാട് തടസ്സങ്ങളുണ്ടായി. ആ തടസ്സങ്ങൾക്ക് നടുവിൽ നിന്ന് ഈശോ ഉള്ളിൽ പറഞ്ഞു, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നമ്മളെന്നുള്ള തിരിച്ചറിവിൽ ബോധ്യത്തിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ അവിടുത്തെ തടസ്സങ്ങളെല്ലാം ദൈവം എടുത്തു മാറ്റി. ഇത് നിങ്ങളും പ്രാർത്ഥിക്കും, ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതായത് കർത്താവെ, ഞാൻ അങ്ങയുടെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് എന്നുള്ള ബോധ്യത്തിൽ ഈ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാക്കിയതാരാ? കർത്താവാക്കിയത് കേട്ടോ, ഈശോയാക്കിയത്. നമ്മളാകുമല്ല, ഈശോ നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഈശോ തന്നെ പറഞ്ഞു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല. ഇനി ഈശോയുടെ വചനം കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എത്രയോ ഫേസ്ബുക്കിൽ പോയി എന്തെല്ലാം വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കാൻ നിങ്ങൾക്കൊരു പ്രേരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നിങ്ങളെ തൊട്ടിട്ടുള്ളത് കൊണ്ടാണ്. ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ടാണ്. ഈശോ നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുള്ളത് കൊണ്ടാണ്. ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പിതാവ് ആകർഷിക്കാതെ ആർക്കും വരാൻ പറ്റത്തില്ല. പിതാവ് ആകർഷിക്കാതെ ആർക്കും വരാൻ പറ്റത്തില്ലെന്ന് ഈശോന്. പിതാവ് ആകർഷിക്കാതെ നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. ഇത് കർത്താവ് ആകർഷിച്ച് വന്നേക്കുന്നവരാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ യേശുവിൻ്റെ വിശുദ്ധരാണ്, സ്വന്തമായിട്ടുള്ളവരാണ്, രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവർ. ആ നമുക്കൊരു വലിയ പവറുണ്ട്. ഇന്ന് ആ പവറിനെ മനസ്സിലാക്കി ഈശോയുടെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇടയിൽ സംഭവിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കൊളോസസ് ലേഖനം 1-ാം അധ്യായം അതിന് 20-ാം വാക്യം.
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴിയായിട്ടാണ് സമാധാനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങളുടെ വീട്ടിൽ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ സമാധാനം അനുഭവിക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ ഈശോയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴിയായി സമാധാനം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും ഈശോയിലൂടെ, ഈശോ കുരിശിൽ ചിന്തിയ രക്തം വഴിയായി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. സമാധാനം എങ്ങനെ നമുക്ക് കിട്ടുന്നത്? ഈശോ ചിന്തിയ തിരുരക്തത്തിലൂടെയാണ് സമാധാനം ലഭിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന തിരുരക്തത്തിൻ്റെ പ്രാർത്ഥനകൾ ചെല്ലുക, ഈശോയുടെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ മഹത്വത്തെ നമുക്ക് ദർശിക്കുവാനിടയായിത്തീരുന്നത്. ഞങ്ങൾ ആഫ്രിക്കയിൽ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് അവിടെ ചില വ്യക്തികൾ കടന്നു പോകുന്ന അവസ്ഥകൾ ഭീകരമായിരുന്നു. ചില കുടുംബത്തിലുള്ളവർ അന്ന് ദേവാലയത്തിൽ വന്ന് അവർ പറഞ്ഞ അവരുടെ ഒരു സങ്കീർണമായ വിഷയം, അവിടെ ഉള്ള ഈ മന്ത്രവാദികൾ, ആഭിചാരകന്മാരൊക്കെ അവർ ചെയ്യുന്ന മന്ത്രക്രിയകളും ആഭിചാര കർമ്മങ്ങളും കാരണം ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥപ്പെടുകയാണ്. അപ്പം നാനാജാതി മതസ്ഥരായ വ്യക്തികൾ അന്ന് ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നു. മുസ്ലിങ്ങളായിട്ടുള്ളവർ കടന്നു വന്നു, ക്രൈസ്തവരായിട്ടുള്ളവർ കടന്നു വന്നു, പല വിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം, ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് ആ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ സമ്പന്നരായ നല്ല പിള്ളേരൊക്കെ ചില വ്യക്തികൾ അവരോട് സംസാരിക്കുന്ന 2 ദിവസം കഴിയുമ്പോൾ ആ വ്യക്തികളുടെ കൂടെ ഇറങ്ങിപ്പോവുക. അതായത് 10, 20, 30 വർഷമായിട്ട് പേരൻസിൻ്റെ കൂടെയൊക്കെ ജീവിച്ച ആൾക്കാർ, ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സസ് ഉണ്ട്, നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ, ഓൺലൈനിൽ കണ്ടുമുട്ടിയ വ്യക്തികൾ, അങ്ങനെ കുറച്ച് ദിവസത്തിനകത്ത് കല്യാണം കഴിച്ചവരടക്കം പലരും ഇങ്ങനെ ഓരോ ആൾക്കാരോട് ഇറങ്ങിപ്പോവുക. അപ്പോൾ ഇവർക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട്, പക്ഷേ ഇവരുടെ ഫാമിലിക്ക് ഇവരെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ട്. പക്ഷേ ഇവർ ഫോൺ ആൻസർ ചെയ്യുന്നില്ല, ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റും. അപ്പം അന്ന് പള്ളിയിൽ എല്ലാവരും ഈശോയുടെ തിരുരക്തത്തെ മുറുകെ പിടിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ള പിള്ളേരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പം അതിലൊരുപാട് പിള്ളേർ തിരിച്ചു മടങ്ങി വന്നു. എന്നിട്ട് ഒരു മനുഷ്യൻ, ഈ മന്ത്രവാദത്തിനകത്ത് പോയൊരു വ്യക്തി തിരിച്ചു വന്നു. ആ വ്യക്തി തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം പറയും. നിങ്ങളന്ന് യേശുവിൻ്റെ തിരുരക്തത്തിൽ മുദ്രയിട്ട് നിങ്ങളന്ന് പ്രാർത്ഥിച്ച ദിവസം, അയാൾ പറഞ്ഞു ഇന്ന ദിവസം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞു അന്ന് ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. അയാൾ പറഞ്ഞു അന്ന് അവരുടെ ഇടയിൽ, ഈ മന്ത്രവാദികൾക്കിടയിൽ തന്നെ വലിയ ഭിന്നതകളുണ്ടായി. അപ്പം അയാൾ പറഞ്ഞ ഒരു കാര്യം, വളരെ ഭീകരമായൊരു കാര്യം അയാൾ പങ്കുവച്ചത് ഇപ്രകാരമാണ്. അതായത് ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിന് മരിച്ചുപോയ മനുഷ്യരുടെ ആത്മാക്കളെ വിളിച്ചുകൊണ്ട്, ഈ മന്ത്രവാദികൾ ആഫ്രിക്ക ചെയ്ത കർമ്മത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് കേട്ടോ, ഏകദേശം 50,000-ൽ പരം മനുഷ്യരുടെ ആത്മാക്കളെ വിളിച്ചു വരുത്തി ഇവർ ഏതോ ഒരു പൈശാചിക രൂപയ്ക്ക് സമർപ്പിക്കുന്നു. അവർ മൃഗബലികളും നരബലികളും ഒക്കെ സമർപ്പിച്ച് കുഞ്ഞു പിള്ളേരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഇതൊക്കെ അങ്ങനെ ഹീനമായ മൃഗീയമായ കാര്യങ്ങൾ ചെയ്ത് ആ ശക്തി ഉപയോഗിച്ച് മനുഷ്യരെ വലിച്ചുകൊണ്ട് പോകും. അപ്പം ഇവർക്ക് എന്താ പറയുന്നത്, ഇതിൽ പല ആൾക്കാരും മുസ്ലിം നാമധാരികളാണ്. പക്ഷേ മുസ്ലിങ്ങളായിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട ആൾക്കാരും ഇവരുടെ ഈ ഒരു ഉപദ്രവം നിമിത്തം അന്ന് ദേവാലയത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവർക്കും അവരുടെ കുടുംബത്തിലെ നല്ല പിള്ളേരായിട്ടുള്ളവരെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേർ, ഡോക്ടേഴ്സായിട്ടും ഒക്കെ നല്ല ഉന്നതമായിട്ട് വിദേശത്ത് ഒരു കൊച്ച് അമേരിക്കയ്ക്ക് എങ്ങാണ്ട് പോകാനിരുന്ന ഒരു വ്യക്തി, അവിടെ എല്ലാം റെഡി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെ ഇതുപോലെ ഒരു വിദ്യാഭ്യാസവും ഇല്ല, ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ്റെ കൂടെ അയാളെ പരിചയം പോലില്ല, 1, 2, 3 ദിവസത്തെ പരിചയമുള്ള അയാളുടെ കൂടെ അങ്ങ് ഇറങ്ങി പോവുക. പിന്നെ ഇവർക്ക് പേരൻസുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല. സംസാരിക്കും, വിളിച്ചാൽ അല്ലെങ്കിൽ പോലീസുമായിട്ടൊക്കെ സംസാരിക്കും, അവർ സംസാരിക്കും, പക്ഷേ അബ്സല്യൂട്ട് നോ കണക്ഷൻ. അപ്പം അവരുടെ സോളിനെ, സ്പിരിറ്റിനെ ഒരു ഡൊമീനിയൻ കൺട്രോൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇത് ക്രമാതീതമായിട്ട് നടക്കുന്നു. 10, 20 അല്ല, 30, 40, 50, 100 നടന്നു. നിങ്ങൾ ഒരിടയ്ക്ക് ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പിള്ളേർ ഇവർ ചാവേറുകളായിട്ട് ഒക്കെ തീവ്രവാദികൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. ഇങ്ങനെയുള്ള ഭീകരമായ അവസ്ഥകൾ നിലനിൽക്കുകയാണ്. അതിൻ്റെ നടുവിൽ യേശുവിനെ രക്തം കൊണ്ട് മുദ്രയിടപ്പെട്ട് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ മനസ്സ് സ്വതന്ത്രമായി, സോൾ സ്വതന്ത്രമായി, സ്പിരിറ്റ് സ്വതന്ത്രമായി. അവർ തിരിച്ച് അവരുടെ ഭവനത്തിലേക്ക് വരുവാനിടയായിട്ടുള്ളൂ. ചില വ്യക്തികൾക്ക് 2 വർഷത്തെ മെമ്മറി പോലും ഇല്ലായിരുന്നു. മെമ്മറി പോലും പോയി. ഇത് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി പറഞ്ഞാൽ ഇതിനൊന്നും പ്രൂവൻ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. പക്ഷേ
വിശ്വാസമുള്ളവർക്കും ആത്മാവിൻ്റെ റിയാലിറ്റിയെ, ലോകത്തെ മനസ്സിലാക്കിയിട്ടുള്ളവർക്കും ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിലും ഊഹിക്കുന്നതിലും അപ്പുറത്തുള്ള പവറാണ്, ശക്തിയാണ്. ഇവിടെ ബെൽഫാസ്റ്റ് പ്രിസണിലൊക്കെ നമ്മൾ ശുശ്രൂഷക്കായിട്ട് പോയപ്പോഴത്തേക്കും അന്ന് അവിടെ കൊലപാതകികളായ മനുഷ്യരോട് സംസാരിക്കാനിടയെത്തുന്നു. അവരിൽ പല ആൾക്കാരും, ഒരു 70% ആൾക്കാരും പറഞ്ഞത് അവരെ ഒരു ശക്തി നിയന്ത്രിച്ചു. ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി, പെട്ടെന്ന് ഒരു ശക്തി ഉള്ളിലോട്ട് കയറി അവരെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുമായിരുന്നു. വളരെ നല്ല രീതിയിൽ ജീവിച്ച മനുഷ്യർ, നോർമലായ മനുഷ്യർ, വളരെ സമൂഹത്തിന് വിലയുണ്ടായിരുന്ന മനുഷ്യർ, ബട്ട് ദേ ഗോട്ട് ക്യാരിഡ് അവേ വിത്ത് എ സ്പിരിറ്റ് എന്നാണ് അവരെല്ലാം പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചത്? ഒരു പ്രിസണിലാണ്. മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഈ ദുഷ്ടാരൂപിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇവർ പറയുന്നു അവർക്ക് അങ്ങനെ ഇൻഫ്ലുവൻസ് ഉണ്ടായി. അപ്പോൾ അവർക്ക് അവരിൽ പലർക്കും ഉറങ്ങാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വചനമൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക, ഈശോയുടെ രക്തത്തിലൂടെ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും, സമാശ്വാസം കിട്ടും. അങ്ങനെ അവർക്ക് ഉറക്കം ദൈവം കൊടുക്കാൻ തുടങ്ങി. നമ്മൾ ഓരോ അഡിക്ഷൻസ് ഉള്ള ആൾക്കാർക്ക് വേണ്ടി റിട്രീറ്റ് നടത്തുമ്പോൾ അവരോട് പറയും, നിങ്ങൾ ഈ വചനം ഉപയോഗിച്ച് ഈശോയുടെ രക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിച്ച് മുദ്രയിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് ഡെലിവറൻസ് തരും, ഈശോ ഡെലിവറൻസ് തരും, ആ ഒരു മേഖല നിങ്ങൾക്ക് ഡെലിവറൻസ് തരും. അതുപോലെ ബ്ലാസ്ഫമസ് ആയിട്ടുള്ള തോട്ട്സ് മനസ്സിലോട്ട് വരുന്നു. നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ട്, നിങ്ങളെ കൊണ്ടൊരു മോശമായ കാര്യം നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ നെഗറ്റീവായ തോട്ട്സ് വരുന്നു, സൂയിസൈഡലിൻ്റെ തോട്ട്സ് വരുന്നു, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലോട്ട് വരുന്നു. ആ സമയത്ത് നിങ്ങളെ തന്നെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകുകയും മുദ്രയിടുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണവും ആ രക്തത്തിൻ്റെ അഭിഷേകത്തിലുള്ള ഡെലിവറൻസും നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ നാട്ടിൽ ഞാനിത് ഇന്ന് പറയാൻ കാരണം, ഇറ്റ്സ് ആൻ അവർ ഓഫ് നീഡ് ഓഫ് ദി അവർ. ഇതുപോലെ സമാനമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലേ? നമ്മൾ വാർത്തകളിലൊക്കെ ഇപ്പം കേൾക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ കാണാതാകുന്നു, ഒത്തിരിയും പ്രശ്നങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് വിരൽ ചൂണ്ടുന്നത് പല കാര്യത്തിലേക്കുമാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയാണ് ഇവിടെ വേണ്ടത്. കാരണം പിശാചിനെ ഡിറ്റക്റ്റ് ചെയ്യുവാൻ ഉള്ള സോഫ്റ്റ്വെയർ ഇല്ല നമുക്ക്. പക്ഷെ അവനെ പരിശുദ്ധാത്മ അഭിഷേകമുള്ളവനെ തിരിച്ചറിയാൻ പറ്റും. ഒരിക്കലും ഇതൊരു വ്യക്തിയോടോ ഒരു സമൂഹത്തോടോ ഉള്ള നമ്മുടെ എതിർപ്പല്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അപ്പം ചർച്ച് പള്ളികളിലാണേലും സഭകളിലാണേലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എഫെസോസ് ലേഖനത്തിന് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. ഉറക്കം വരുന്നവർ ചിലപ്പോൾ ഇന്നിപ്പോൾ നാട്ടിൽ ഒത്തിരി സമയം, എനിക്കാണെങ്കിൽ 7 മണിയായി ഇവിടെ സമയം, പെട്ടെന്ന് തന്നെ പോകണം. പക്ഷേ ഈ ഒരു ഭാഗം പറയണമെന്നുള്ളിൽ പ്രേരണ കിട്ടിയോണ്ട് പറഞ്ഞതാണ് കേട്ടോ. അതിന് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. രാത്രി ഇതെല്ലാം കേട്ടിട്ട് ദൈവമേ നിങ്ങൾ ഭാരപ്പെട്ട് കിടക്കുകയൊന്നും ചെയ്യരുത്. എഫെസോസ് ലേഖനത്തിന് 5-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, യേശുവേ ആരാധന, 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന് അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അപ്പോൾ തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരായിട്ടാണ് ഈ പടവെട്ടുന്നത്. ഇത് ഓരോ മനുഷ്യനെയും കയറി ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ ഓരോ കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ അവിടെ ഈശോയുടെ രക്തത്തിൽ മുറുകെ പിടിച്ച് ഒരു വ്യക്തി പ്രാർത്ഥിക്കും. ഒരമ്മ വീട്ടിൽ നിന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിലോട്ട് പോകുമ്പോൾ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിടുമ്പോൾ ആ കുഞ്ഞിനെ ഈശോ പൊടിഞ്ഞ് പിടിക്കണം. ഈശോയുടെ രക്തത്തിൻ്റെ സംരക്ഷണം ആ കുഞ്ഞിന് കിട്ടുകയാണ്. നിങ്ങൾ തന്നെ ഈശോയുടെ രക്തം കൊണ്ട് നിങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവിക സംരക്ഷണം നമുക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. റോമാലേഖനം 5:9. ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. ഈശോയുടെ രക്തത്തിലൂടെ നമ്മൾ എല്ലാവിധമായ ക്രോധത്തിൽ നിന്നും രക്ഷിക്കപ്പെടും. തീർച്ചയാണ്. എനിക്കറിയാമല്ലോ എത്ര പേർക്ക് ഈ ജൂലൈ മാസം ഈ ഒരു മാസം ഈ 31-ാം തീയതി ഈശോയുടെ രക്തത്തെക്കുറിച്ച് എത്ര ക്ലാസ് നിങ്ങൾ കേട്ടതെന്ന് എനിക്കറിയാമല്ലോ. ഈ ഒരു മാസം തിരുരക്തത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട മാസമാണ്. തിരുരക്തത്തിൻ്റെ ശക്തിയെ മുറുകെ പിടിക്കേണ്ട മാസം. ആ തിരുരക്തത്തിലൂടെ നമ്മൾക്ക് പാപമോചനം ലഭിക്കുന്നു, നീതീകരണം ലഭിക്കുന്നു, വിശുദ്ധീകരണം ലഭിക്കുന്നു. ഇവിടെ വചനത്തിൽ പറയുന്നത് എന്താ? വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം ഈശോ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ.
നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. എന്താ വാക്യത്തിൻ്റെ അർത്ഥം? വാക്യത്തിൻ്റെ അർത്ഥം? സുവർണനില് പറഞ്ഞേ, എന്താ വാക്കിൻ്റെ അർത്ഥം എന്താ? വാക്യത്തിൻ്റെ അർത്ഥം എന്താ? ഈശോയുടെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം നമ്മൾ ശത്രുക്കളായിരുന്നപ്പോൾ, അതായത് ദൈവത്തിൻ്റെ ഈ സ്നേഹത്തെ മനസ്സിലാക്കാതിരുന്ന സമയത്ത് അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ, ദൈവത്തിൻ്റെ പുത്രൻ്റെ മരണത്തിലൂടെ നമ്മൾ രമ്യതപ്പെട്ടുവെങ്കിൽ, അപ്പോൾ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവവുമായി രമ്യതപ്പെട്ടിരിക്കുന്നു. ആ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടും. യേശുവിൻ്റെ ജീവൻ, ആ ദൈവിക ജീവനാണ് നമുക്ക് ഓരോ ഹോളി കമ്മ്യൂണിയനിലൂടെയും കുർബാനയിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരുന്നത്. ആ ദൈവിക ജീവനിലൂടെ നമ്മൾ രക്ഷിക്കപ്പെടും. എല്ലാ മേഖലകളിലും നമ്മൾ സംരക്ഷിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. ആ ഈശോയുടെ ഉള്ളിൽ, ഈശോയുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ, ഈശോയുടെ ജീവൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട എല്ലാ വിടുതലുകളുമുണ്ട്. 2 കൊരിന്ത്യർ 1:20. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഇന്നത്തെ ഈ ടോക്ക് മുഴുവൻ കേട്ടിട്ട് ഈശോയെന്ന് വിളിച്ച് കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന ആ ദൈവകൃപയെ സ്വീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിൽ കർത്താവിൻ്റെ പൂർണ്ണതയെ കണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവിക ജീവൻ്റെ അഭിഷേകം നിറയപ്പെടുന്നു. നിങ്ങൾ ബന്ധനത്തിന് കീഴിലല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിലാണ്. നിങ്ങൾ ശാപത്തിൻ്റെ കീഴിലല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കീഴിലാണ്. നിങ്ങൾക്ക് തടസ്സങ്ങളല്ല, നിങ്ങൾക്ക് ദൈവത്തോടൊപ്പമുള്ള ഉയർച്ചകളാണുള്ളത്. ആത്മീയമായിട്ടുള്ള എല്ലാ മുതലെടുപ്പും ബൈബിളിലെ പുതിയ നിയമം മനസ്സിലാകുന്നതിലൂടെ അത് പിശാചാണ് ഈ മുതലെടുക്കുന്നത്. പിശാച് മുതലെടുക്കുന്നത് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആൾക്കാരെ അവരുടെ വികാരത്തെയും പലതിനും ഉപയോഗിച്ചുകൊണ്ട് അവർ ചിന്തിക്കുന്ന രീതിയാണ് കറക്റ്റ്. ബട്ട് വെൻ യു ഗോ ത്രൂ ദ ബൈബിൾ, ഇത് ഭൂമിയിലെ എല്ലാ മനുഷ്യനെയും കംപ്ലീറ്റ്ലി ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ഫ്രീഡം. ഈ അഭിഷേകത്തിലുള്ള ഫ്രീഡമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആത്മാവിനുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ ആത്മാവിന് ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഫ്രീ ആയി. ഒരു കേജിനകത്ത് നിന്ന് പുറത്ത് വരുന്ന പോലെ ഒരു ഫ്രീഡം ഉള്ളിലോട്ട് കിട്ടുവാണ്. ആ ഫ്രീഡം കിട്ടിയ ആളോട് കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പറയും, സ്റ്റേ ഇൻ ദാറ്റ് ഫ്രീഡം. ഈ ഫ്രീഡത്തിൽ നിങ്ങൾ തുടർന്ന് മുമ്പോട്ട് പോകുക. അതിനെന്നാ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഹോളി കമ്മ്യൂണിയൻ സ്വീകരിക്കുക, പരസ്പരം അനുഗ്രഹിക്കുക. പിന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ലെസൺസ് പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരോട് എങ്ങനെ സമീപിക്കണം, എങ്ങനെ ഇടപെടണം, ഐക്യത്തിലും സ്നേഹത്തിലൊക്കെ ഒരുമിച്ച് മുമ്പോട്ട് പോകുക. അതാണ് ന്യൂ ടെസ്റ്റ്മെന്റ്. അത് സിമ്പിളാണിത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഏത് മനുഷ്യനും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ റിലീജിയസ് സ്പിരിറ്റ് കയറിക്കഴിഞ്ഞാൽ ഇവനെ, അതായത് പഴയ നിയമത്തിൽ ജൂതന്മാരിൽ ഉണ്ടായിരുന്നൊരു സംഭവമാണ്. അയ്യോ, അത് എന്നാ ഒരു സംഭവം എന്നറിയോ? പാണ്ഡിത്യത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയും. പഴയ നിയമത്തിൻ്റെ സ്പിരിറ്റാണ്. ആ ഫരിസയ സ്പിരിറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം അന്ധതയാണ്. പക്ഷെ അവർ സമ്മതിക്കത്തുമില്ല. ഈ സ്പിരിറ്റ് കയറിയിട്ടുള്ള ആൾക്കാരെ സമ്മതിക്കത്തില്ല. അവർ പറയും അവരാണ് ഏറ്റവും ഹോളി എന്ന് പറയും, ബാക്കി എല്ലാവരും ഹോളി അല്ലാത്തവരാന്ന് പറയും. അതാണ് അവിടുത്തെ വിഷയം. പിന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും കുറ്റം, അവർക്ക് മാത്രമേ കുറ്റമില്ല. അതായത് ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോയുടെ എല്ലാം കുറ്റം അവർക്ക്. അവൻ ചുങ്കക്കാരുടെ കൂടെ ഭക്ഷണം ഇരിക്കുന്നു, ഭാവികളുടെ കൂടെ ഭക്ഷണം ഇരിക്കുന്നു പറയുന്ന ആൾക്കാർക്കോ ഭയങ്കര വെൽ മാനേഡ് ആയിട്ടൊക്കെ എന്നാ പറയുന്നത്, ഭയങ്കര വലിയ എന്നാ ഒരു നമ്മൾ ഈവൻ മൂവീസിലൊക്കെ ആണെങ്കിലും പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മൂവിയൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാരെ, ജൂയിഷ് വ്യക്തികളെ, നമ്മൾ ആ ഒരു സമൂഹത്തെയല്ല കേട്ടോ പറയുന്നത്, ആ ഒരു ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ജനതയോടല്ലേ കുറിച്ചല്ല, നമ്മൾ അവരിലുണ്ടായ ഒരു ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, ആ ഒരു വലിയൊരു സ്പിരിച്വൽ പ്രൈഡ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്പിരിച്വൽ പ്രൈഡ്. ഈ സ്പിരിച്വൽ പ്രൈഡ് ഈസ് ദ സെൽഫ് റൈച്ചസ്നെസ് ഈസ് ദ മദർ ഓഫ് ഓൾ സിൻസ് എന്ന് പറയുന്നത്. അതായത് ആത്മീയ അഹങ്കാരം അഥവാ സ്പിരിച്വൽ സെൽഫ് റൈച്ചസ്നെസ്, അത് പാപത്തിൻ്റെ മദർ ഓഫ് ഓൾ സിൻസ്. പാപത്തിലേക്ക് മനുഷ്യൻ ഏറ്റവും അധികം തള്ളിവിടുന്ന ഒരു സംഭവം. ഞാനൊരു റൈച്ചസ് ആണെന്ന് പറയുന്നത്. പൗലോസ്ലീഹ അതുകൊണ്ട് റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായം ഒരു അധ്യായം തന്നെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുക, ഇസ്രായേലിനെ കുറിച്ചുള്ള എൻ്റെ പ്രാർത്ഥന അവർ ദൈവത്തിൻ്റെ നീതിക്കൊന്ന് വഴങ്ങുക,
അതായത് മനുഷ്യർ, നിങ്ങൾ എത്ര പാണ്ഡിത്യമുള്ള വ്യക്തിയാണെങ്കിലും ഒന്ന് എളിമപ്പെട്ട് പറ, ഞാൻ നീതീകരിക്കപ്പെടുന്നത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, അല്ലെങ്കിൽ എൻ്റെ പാണ്ഡിത്യം കൊണ്ടല്ല, എൻ്റെ യോഗ്യത കൊണ്ടല്ല. ദൈവം എനിക്ക് വേണ്ടി കുരിശിൽ ചെയ്തു കഴിഞ്ഞ ആ പ്രവൃത്തിയിലൂടെയാണ് ഞാൻ നീതീകരിക്കപ്പെടുന്നത്. ഞാൻ എളിമയോടെ ഞാൻ അത് മനസ്സിലാക്കുന്നു, ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ മുൻപാകെ ദൈവപുത്രൻ്റെ മരണത്തെ അക്സെപ്റ്റ് ചെയ്ത് ആ കുരിശിൻ ചുവട്ടിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ എളിമപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ദൈവകൃപയുടെ അഭിഷേകം നിറയപ്പെടും. ഈശോ അന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈശോയുടെ സാന്നിധ്യത്തെ അന്നത്തെ സാധാരണക്കാരായ മനുഷ്യരും ചുങ്കക്കാരും പാപാവസ്ഥയിൽ കഴിയുന്നവരും അവർ സ്വീകരിച്ചു, ഈശോനെ റെസ്പെക്റ്റ് ചെയ്തു. അവരുടെ ഉള്ളിലേക്ക് വലിയൊരു അഭിഷേകം കടന്നു വന്നു. അവരുടെ ആത്മാവ് ജീവിക്കപ്പെട്ടു. അവർ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ, അവർ ജീവിതത്തിൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിച്ചതുപോലെ ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾക്കും, നമുക്കെല്ലാവർക്കും, നിങ്ങളൊരു വൈദികനാകാം, ഒരു കന്യാസ്ത്രീയാകാം, ഒരു കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ശുശ്രൂഷിക്കുന്ന ഒരു സഹോദരനാകാം, സഹോദരിയാകാം, നമുക്കെല്ലാവരുടെ ഉള്ളിൽ അഭിഷേകമുണ്ട്. നിങ്ങൾ കർത്താവിൻ്റെ രാജകീയ പുരോഹിതർ, ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ. നമ്മളുടെ കൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഇന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടായിരിക്കും, ഇന്ന് ഈശോയുടെ രക്തം കൊണ്ട് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവവുമായി നമുക്ക് സമാധാനത്തിലായിരിക്കാം. റോമ 5:1, വിശ്വാസത്തിൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവവുമായി സമാധാനത്തിൽ ആയിരിക്കാം. ദൈവവുമായിട്ട് നമുക്ക് സമാധാനത്തിലായിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹെബ്രായർ 10:19 പറയുന്നു, എൻ്റെ സഹോദരരെ, യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട്. എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായൊരു പാത തുറന്നു തന്നിരിക്കുന്നു. കൊളോസസ് 1:20 നമ്മൾ കാണുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. എഫെസസ് 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. വെളിപാട് 12:11 ഹല്ലേലൂയ, അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. 1 പത്രോസ് 1:18 പിതാക്കന്മാരിൽ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. തനുജ സൂസനെ ഈശോ ഈ നിമിഷം സ്പർശിക്കുന്നു കേട്ടോ, ഈശോ എടുത്ത് പറയുന്നത്. റോമ 5:9 ആകയാൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം ഈശോ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. 1 യോഹന്നാൻ 1:9 ഈശോയുടെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും കഴുകി വിശുദ്ധീകരിക്കുന്നു. ആവർത്തിച്ച് ഇടതടവില്ലാതെ നിരവധി ഭാഗങ്ങളിൽ ദൈവത്തിന്റെ വചനത്തിൽ ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നു, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് പറയുന്നെങ്കിൽ ഈ രക്തത്തെ ശക്തിയിലൂടെ നിനക്ക് വലിയൊരു വിടുതൽ ലഭിക്കുന്നു. ഈ രക്തത്തെ ഭയപ്പെടുന്ന ഒരു മണ്ഡലം ഈ ലോകത്തുണ്ട്. ഈ രക്തത്തിന്റെ സന്ദേശം പ്രസംഗിക്കപ്പെടുന്നതിനെ ഭയപ്പെടുന്ന ഒരു മണ്ഡലം ഈ ലോകത്തുണ്ട്. ദുഷ്ടാരൂപിയുടെ മണ്ഡലമാണ്. ഈ രക്തത്തിൻ്റെ അഭിഷേകത്തെ, ഈ തിരുരക്തത്തിൻ്റെ ശക്തി എൻ്റെ ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന എനിക്കറിയാം ഓരോ ഭവനങ്ങളിലും യേശുവിൻ്റെ തിരുരക്തം മഴ പോലെ ആ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തിരുരക്തത്തിൻ്റെ ശക്തിയാണ്, ആ തിരുരക്തമാണ് നമ്മളെ നീതീകരിക്കുന്നത്. ഞാൻ ആദ്യം വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ച് നമുക്കിന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ തിരുരക്തത്തിനായി സമർപ്പിക്കപ്പെട്ട ഈ ഒരു മാസം, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ സമർപ്പിക്കപ്പെട്ട ഈ ജൂലൈ മാസം 2024, ഇന്നേ ദിവസം അനോയിറ്റിങ്ങിൻ്റെ മേൽ അനോയിറ്റിങ്, ഡെലിവറൻസിൻ്റെ മേൽ ഡെലിവറൻസ്, ബ്ലെസ്സിങ്സിൻ്റെ മേൽ ബ്ലെസ്സിങ്സ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ തിരുരക്തത്തിൻ്റെ ശക്തിയിലൂടെയുള്ള വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ഈ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഒരു മനുഷ്യൻ്റെ ഉള്ളിലോട്ട് വന്നിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നവന് മാനസാന്തരം ഉണ്ടാവും. ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ തെളിവുകളുണ്ട്, ഒത്തിരിയും ടെസ്റ്റ് മണീസ് ഉണ്ട്, പല വിശുദ്ധരും പറയാൻ ടെസ്റ്റ് മണീസ് ഉണ്ട്.
യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ചിന്തിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് വന്നിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിൽ കുറ്റബോധം ഉണ്ടാകും, പാപബോധം ഉണ്ടാകുന്നു. അവർ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് കടന്നു വരും. വചനം പ്രഘോഷിക്കുമല്ലായിരുന്നു, ജസ്റ്റ് ഒരു വ്യക്തി ഈശോയുടെ രക്തത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാരിലേക്ക് അഭിഷേകം അവരെ സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ദേശം മുഴുവൻ, നിങ്ങളൊരു വീട്ടിൽ ഇരുന്ന് ഈശോയുടെ രക്തത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ദേശം മുഴുവനും, എറണാകുളമാണെങ്കിൽ എറണാകുളം മുഴുവനും, അമേരിക്കയാണ് അമേരിക്ക മുഴുവനും, കോട്ടയമാണെങ്കിൽ കോട്ടയം മുഴുവനും, ആഫ്രിക്കയിലാണ് ആഫ്രിക്ക മുഴുവനും യേശുവിൻ്റെ രക്തത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിറയപ്പെടുകയാണ്, സംരക്ഷിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 3:25 വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപ പരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. കണ്ടോ, ഈശോനെ നമുക്കായി നിശ്ചയിച്ചു തന്നു. ഈശോ ഈ ഭൂമിയിൽ വന്നത് തന്നെ എന്നാത്തിനാ? നിനക്ക് വേണ്ടി രക്തം ചിന്തി പാപപരിഹാരം ബലിയാകുന്നതിന് വേണ്ടിയാ. ജൂതന്മാരുടെ രീതി പ്രകാരം കല്ലെറിഞ്ഞായിരുന്നു മനുഷ്യരെ തെറ്റിയുന്നവരെ കൊന്നുകൊണ്ടിരുന്നത്. പക്ഷെ അവർ റോമാക്കാരോട് ചേർന്ന് ഈശോനെ കുരിശിൽ തറച്ചു. എന്തിനു വേണ്ടി യേശു കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചത്? ഏതെങ്കിലും മനുഷ്യൻ നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ പറയണം, ഈ ഉത്തരം കൊടുക്കണം. എന്നെ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് മോചിക്കുന്നതിന് വേണ്ടി. അന്ന് ജൂതന്മാരിങ്ങനെ, ഇന്ന് നമ്മുടെ നാട്ടിലെ ചില പിള്ളേരോട്, ചില മുസ്ലിങ്ങളായ സഹോദരങ്ങൾ ചോദിക്കും, നിങ്ങളുടെ യേശു എന്നാത്തിനാണ് കുരിശിൽ ബലിയായി തീർന്നത്? അതിൻ്റെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പല പിള്ളേരും അവർക്ക് ഉത്തരം കൊടുക്കാനില്ല. അവരോട് ധൈര്യമായിട്ട് പറയണം. നമുക്ക് ജൂതന്മാരെയോ മുസ്ലിങ്ങളെയോ അല്ലെങ്കിൽ ഏത് വിശ്വാസധാരയിൽപ്പെട്ട വ്യക്തി ആരെയും എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം പ്രസംഗിക്കുവാനും അത് ടെസ്റ്റിഫൈ ചെയ്യുവാനും, തെറ്റേ ശരിയെന്ന് പറഞ്ഞ് വാദിക്കാനല്ല, യേശുവിന് സാക്ഷ്യം നൽകുവാൻ, അതാണ് കർത്താവിനോട് പറഞ്ഞത്. നിങ്ങൾ ലോകമെങ്ങും പോയി എനിക്ക് സാക്ഷ്യം നൽകുക. നിങ്ങൾ സാക്ഷ്യം നൽകുമ്പോൾ എൻ്റെ ആത്മാവ് അവരുടെ ആത്മാവിനെ സ്പർശിക്കും. അവർ ചിലപ്പോൾ ഇനീഷ്യലി ഒന്നും പറയത്തില്ലായിരിക്കും, ബട്ട് മൈ സ്പിരിറ്റ് വിൽ സ്പീക്ക് ടു ദം. എൻ്റെ കർത്താവിൻ്റെ ആത്മാവാണ് അവരോട് സംസാരിക്കുന്നത്. നമ്മളോട് ടെസ്റ്റിഫൈ ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഇരുന്ന് ഡിബേറ്റ് ചെയ്യാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ, എനിക്ക് സാക്ഷികളാകുവിൻ. സാക്ഷ്യം നിൽക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിൻ്റെ ശക്തി അവർ കാണുമ്പോൾ അവരത് ആഗ്രഹിക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. താങ്ക് യു ജീസസ്. റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17-ാം വാക്യത്തിന് ഇപ്രകാരമാകാണ്: ഒരു മനുഷ്യന്റെ പാപത്തിൽ ആ മനുഷ്യൻ മൂലം മരണമാധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. സ്റ്റെഫി ജോസിനെ ഈശോ സാക്ഷിയാക്കുന്നു കേട്ടോ, ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നു. അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി, അതാണ് കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി. യേശു, നമ്മുടെ കർത്താവ് ഈശോ പരിശുദ്ധ കുർബാനയായി തീർന്ന പ്രവൃത്തി. ദിവ്യകാരുണ്യത്തെ നോക്കുമ്പോൾ തിരിച്ചറിയുക, അവൻ നമുക്കായി സകലതും പൂർത്തീകരിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി. നിയമത്തിന് അധീനരായി കഴിഞ്ഞ നമ്മളെ അവിടുന്ന് വീണ്ടെടുത്തു. ഒരു മനുഷ്യൻ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. വെയിറ്റ്. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിൽ അനേകർ പാപികളായി. ഇന്നിതാ ഒരു മനുഷ്യന്റെ കുരിശിൽ ഒരു മനുഷ്യൻ അവസാനത്തോളം അനുസരണമുള്ളവനായി കുരിശിൽ അവസാനം വരെ ബലിയായി തീർന്ന ആ കുരിശിന്റെ വഴിയിലൂടെ ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മൾ നീതിയുള്ളവരായി തീരുന്നു. ഈശോയുടെ കുരിശിന്റെ വഴിയിലൂടെ. തൊട്ടടുത്ത വാക്യത്തിൽ പറയാം, പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശം ചെയ്തു. ഇതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. പാപം വർദ്ധിപ്പിക്കുവാനാണ് നിയമം കൊടുത്തതെന്ന് ബൈബിളിൽ പറയുന്നത്. പാപം വർദ്ധിപ്പിക്കുവാൻ. ഇതേ റോമാലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുമെന്നേ ഉള്ളൂ. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. അതായത് കൽപ്പനകളൊക്കെ മനുഷ്യൻ അറിയാം, പക്ഷെ ഇത് ചെയ്യല്ലെന്നും അറിയാം. പക്ഷെ മനുഷ്യൻ വീണ്ടും വീണ്ടും ചെയ്യുന്നില്ല പല കാര്യങ്ങളും. അപ്പം വചനത്തിൽ പറയുകയാണ്, വചനത്തിൻ്റെ നല്ല ഉത്തരം നമുക്ക് നേരെ പറയുകയാണ്, നമ്മളോട് പറയുക, ഒരുവനും ദൈവസന്നിധി നീതീകരിക്കപ്പെടുന്നില്ല. കാരണം ആർക്കും നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകത്തേ ഉള്ളൂ. ഒരു ബോധമേ ഉള്ളൂ.
ഒരു ജൂതൻ്റെ മുഖത്തിനോട് നോക്കിയിട്ട് നിനക്ക് ഉറപ്പുണ്ടോ നീ നീതീകരിക്കപ്പെടും എന്ന് ചോദിച്ചാൽ അവൻ്റെ കൽപ്പനകൾ എടുത്ത് വെച്ചിട്ട് അവൻ പറഞ്ഞ ഇന്ന വരെ ഒരു മനുഷ്യനും എന്നോട് പറഞ്ഞിട്ടില്ല, ഒരു ജൂതനും പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല, ഈ നിയമങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു സമൂഹവും പറഞ്ഞിട്ടില്ല അവർ ദൈവസന്നിധിയിൽ അവർക്ക് പ്രാഗൽഭ്യത്തോടെ ഉറപ്പോടുകൂടി നിൽക്കാൻ പറ്റും. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ ഈ ഭൂമി പറഞ്ഞിട്ടില്ല. ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിയമം എന്നുള്ളത്. നിയമം വഴിയായിട്ട് ആരും നിയമം അനുഷ്ഠിക്കുന്നത് കൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. ഹല്ലേലൂയ. 29ാമത്തെ വാക്യമാണ് പ്രാരംഭം. ദൈവം യഹൂദരുടേത് മാത്രമാണോ? ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ ചോദിക്കാം. ദൈവം ക്രിസ്ത്യാനിയുടെ മാത്രമാണോ? വിജാതിയുടേതുമല്ലേ? അടുത്ത നിങ്ങളെ വചനം എടുത്തേ, അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അതെ, അവിടുന്ന് വിജാതിയരുടെയും ദൈവമാണ്. വാവ്, അവിടുന്ന് എല്ലാവരുടെയും ദൈവമാണ്. നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന കാര്യമായി പറയുന്നത്. നമ്മൾ നമ്മുടെ ദൈവം എന്ന് പറയാം അല്ലേ? ഹീസ് ദ ഗോഡ് ഓഫ് എവ്രി സിംഗിൾ പേഴ്സൺ ഇൻ ദ പ്ലാനറ്റ്. അങ്ങനെ ക്രിസ്ത്യാനിക്ക് മാത്രമായിട്ടൊരു ദൈവമല്ല. ഈ ഭൂമി ചലിക്കുന്ന ജീവിക്കുന്ന സകല മനുഷ്യരും അവർ ഏതൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആളാ കേട്ടോണ്ടിരിക്കുന്നത്. അവൻ സകലരുടെയും ദൈവമാണ്. എന്തെന്നാൽ ദൈവം ഏകനാണ്. അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്തിൽ നീതീകരിക്കും. അന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജൂതന്മാർ പറഞ്ഞു അവർ സർക്കംസിഷൻ ചെയ്യും. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ മുസ്ലിംസ് ചെയ്യുന്ന പോലെ. അപ്പം ഈശോയിലേക്ക് ഒരുപാട് പേര് കടന്നു വന്നപ്പോഴത്തേക്കും, പല സമൂഹത്തിലുള്ളവർ കടന്നു വന്നപ്പം അന്ന് ജൂതമതത്തിലുണ്ടായിരുന്ന ഈശോനെ അറിഞ്ഞവരും ആയിട്ടുള്ളവർ വരെ പറഞ്ഞു ഇവരെ സ്വീകരിക്കണമെങ്കിൽ ഇവരും സർക്കംസിഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം പൗലോസ്ലീഹ പറഞ്ഞു, മക്കളെ അവിടുന്ന് പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും, പരിച്ഛേദിതരെന്ന് പറഞ്ഞാൽ സർക്കംസിഷൻ ചെയ്തവർ, പരിച്ഛേദിതരെയും അപരിച്ഛേദിതരെയും അവരവരുടെ വിശ്വാസത്തിൽ നീതീകരിക്കും. ദൈവം ഈ പറഞ്ഞ പരിപാടി പ്രവൃത്തി കൊണ്ടല്ല ദൈവം നിൽക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയം മനുഷ്യൻ്റെ മനസ്സിലോട്ടാണ് നോക്കുന്നത്, നിന്റെ മനസ്സിലുള്ള അഹം. അതുകൊണ്ടാണ് പിന്നീട് ഗലാത്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പൗലോസ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ അവനിലെ ഞാനെന്ന ആ ഒരു ഭാവത്തെയാണ്, ആ ഒരു അഗ്രചർമ്മത്തെയാണ് നിങ്ങൾ പരിച്ഛേദിക്കേണ്ടത്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. നിന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി പുറപ്പെടുന്നതിന് വേണ്ടി നിന്നിലെ ഞാൻ ഭാവത്തെ നിന്റെ ഉള്ളിലെ ക്രിസ്തുവിൻ്റെ ശക്തി പുറത്തിലേക്ക് വരുന്നതിന് വേണ്ടി നിന്റെ ഉള്ളിലെ ഞാനെന്ന ഭാവത്തെ, അഹംഭാവത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ മുറിച്ചു കളയുക. അതാണ് യഥാർത്ഥ പരിച്ഛേദനം. അതായത് നമുക്കെല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടും. നമുക്ക് ചില സ്ഥലത്ത് പ്രൂവ് ചെയ്യാൻ തോന്നും. ചിലരോട് വാക്ക് തർക്കം അതായത് നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്, നിങ്ങൾക്ക് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാണല്ലോ ഇത് എനിക്കിത് തെളിയിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ചില സമയത്ത് നമ്മൾ മിണ്ടാതിരുന്ന് ചിലപ്പോൾ നിങ്ങളെ ആ ഒരു ഇവരൊക്കെ പറയുന്ന അതും ഇതൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ആ സമയത്ത് നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കും, വലിയൊരു അഭിഷേകം നിങ്ങളെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ റേജ് ചെയ്ത് വരുന്ന സാധനത്തെ വചനത്തോട് ചേർന്ന് നമ്മൾ അവിടെ എളിമപ്പെടുന്ന സാഹചര്യങ്ങളിൽ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വിവേചനം ഉപയോഗിക്കണം കേട്ടോ. വിവേചനത്തിൽ നിന്നോട്ട് വേണം അതെല്ലാം ചെയ്യാൻ. ആ വിവേചനത്തിൽ നമ്മൾ എളിമപ്പെടുമ്പോൾ അവിടെ നമ്മുടെ ഉള്ളിലെ ആ ഒരു അഹംഭാവം എന്നുള്ള സംഭവം അവിടെ അത് ബ്രേക്ക് ഡൗൺ. അതിനായിട്ടുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഈശോ പല സ്ഥലത്തും ക്രിയേറ്റ് ചെയ്യും. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കർത്താവ് നമ്മളെല്ലാം ഓരോ കാര്യത്തിനകത്ത് കൊണ്ട് ഇടുന്നത് അവിടെയെല്ലാം നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിൻ്റെ മഹത്വത്തെ പുറത്തു കൊണ്ടുവരുവാനാണ്. ഇവിടെ നമ്മളെന്ന പഴയ മനുഷ്യൻ നിൽപ്പുണ്ട്. ആ പഴയ മനുഷ്യൻ നമ്മുടെ സോൾ തലത്തിൽ, നമ്മുടെ ആത്മാവിൻ്റെ തലത്തിലുള്ള നമ്മുടെ വീക്ക്നെസ്സും കുറവുകളും അഹംഭാവവും എല്ലാം നിൽക്കുന്ന സംഭവത്തെ കംപ്ലീറ്റ്ലി എടുത്തു മാറ്റി പരിപൂർണമായിട്ട് ക്രിസ്തുവാക്കുക എന്നുള്ളതാണ് ദൈവാത്മാവിൻ്റെ മിഷൻ. അപ്പോൾ ഈശോയാക്കി നിങ്ങളെ മാറ്റുകയാണ് പരിശുദ്ധാത്മാവ്. ഈശോ എങ്ങനെയാണോ നടന്നത്, ജീവിച്ചത്, സംസാരിച്ചത്, ഇടപെട്ടത്, അതുപോലെ നമ്മളെ ആക്കി പരിശുദ്ധാത്മാവ് കൺവേർട്ട് ചെയ്യും. അപ്പം അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന സംഭവത്തെ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ പരിച്ഛേദനം ചെയ്യും. അപ്പം പൗലോസ്ലീഹ പറയും അതാണ് യഥാർത്ഥ പരിച്ഛേദനം. നിങ്ങൾ പോയി കുഞ്ഞിപ്പിള്ളാരെ പോയി ഇങ്ങനെ ചെയ്യുന്നത് ജൂതന്മാരോട് പറഞ്ഞു കേട്ടോ, നിങ്ങൾ അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ ഈശോയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് ചെയ്യണം, പ്രവൃത്തിയും പഴയ നിമിത്തം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ മക്കളെ, ഇതല്ല ആത്മാവിൻ്റെ അഭിഷേകത്തിലൂടെയുള്ള പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അങ്ങനെ നല്ല മനുഷ്യരായി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുന്നവരായി നിങ്ങൾ ജീവിക്കുക. നമ്മുടെ സനാതന ധർമ്മമൊക്കെ, അതായത് ഹൈന്ദവ മതവേദ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഭൂമിയിൽ ദൈവം കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതായത് ഇങ്ങനൊരു സംഭവം, ഇതാണ് ദൈവത്തിൻ്റെ ഒരു ഡ്രീം, പരിശുദ്ധാത്മ അഭിഷേകത്തിലുള്ളൊരു ജീവിതം. അപ്പം നമ്മൾ ഈ തലങ്ങളെല്ലാം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും, ക്രിസ്ത്യാനിറ്റി ഈസ് ആക്ച്വലി നോട്ട് എ റിലീജിയൻ, ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദാറ്റ് എനി മാൻ ഇൻ ദിസ് പ്ലാനറ്റ്, ഈ ഭൂമിയിലുള്ള ഏത് മനുഷ്യനും പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ജീവിക്കാനുള്ള ജീവിതത്തെ ദൈവം തുറന്നിട്ടേക്കുകയാണ്. അത് എനി മാൻ ക്യാൻ എൻ്റർ.
അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം. നിങ്ങൾ ഈ ലൈഫ് ടൈമിൽ നമ്മളിത് കേട്ട് ഈ കൃപയെ സ്വീകരിച്ച് ഇത് അനേകർക്ക് പകർന്നു കൊടുക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവം ഇത് നിങ്ങൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ബൈബിൾ തുറന്ന് നിങ്ങൾ വായിക്കുമ്പോൾ ഇതിലുള്ള വെളിപാടുകൾ നിങ്ങളോട് ദൈവം സംസാരിക്കും. നിങ്ങളിലൂടെ ഇത് അനേകരിലേക്ക് അത് പകരപ്പെടുവാൻ ഇടയായിത്തീരുകയും ചെയ്യും. ഹല്ലേലൂയ. റോമാലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ഒരു മനുഷ്യന്റെ പാപത്താൽ മനുഷ്യൻ മൂലം മരണമാധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധിയെ സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. നല്ല യേശുവേ, ഞങ്ങൾ നിമിഷം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയൊരു ശക്തി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് പൊതിഞ്ഞു പിടിക്കുമാറാകണമേ. അങ്ങയുടെ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെയും സമൃദ്ധിയെ സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരുവനിലൂടെ ജീവനിൽ വാഴുവാൻ, ജീവിതത്തിൽ വാഴുവാനുള്ള വലിയ കൃപ കർത്താവ് പകരുന്നതിനെ അവർ സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി, ജോലി നഷ്ടപ്പെട്ട ഒരു വ്യക്തി, കർത്താവ് അഗ്രചർമ്മം അല്ലെങ്കിൽ പരിച്ഛേദനം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ ഓടി അകന്നു മാറി. നിങ്ങൾ റൺ അവേ ഫ്രം ദാറ്റ് എന്നാ പറഞ്ഞ ടെസ്റ്റ്. എന്നെ കേൾക്കുന്ന ആരോ ഒരാൾ നിങ്ങൾ ഒരു ടെസ്റ്റിൽ നിന്ന് ഓടിപ്പോയി. ഈശോ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായി ദൈവം ഇനിയും വഴി തുറക്കും. പുതിയ ജോലി നിങ്ങൾക്ക് തരും. കർത്താവ് നന്മരൂപിയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. പക്ഷേ ടെസ്റ്റുകൾ വരുമായിരിക്കും കേട്ടോ. ആ ടെസ്റ്റുകൾ വരുമ്പോൾ ഓടിപ്പോണ്ട, ഈശോയുടെ ചേർന്നിരുന്ന് നിങ്ങൾ ഫേസ് ചെയ്തോളൂ. പക്ഷെ അവിടെ ചില സമയത്ത് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. ആ പെയിൻ ഫീൽ ചെയ്യുന്ന സമയത്ത് ഓൾവേസ് റിമെമ്പർ, നിങ്ങളുടെ കൂടെ ഉള്ളവൻ ഇതിലും വലിയ പെയിൻ അനുഭവിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നവനായി ഇരിക്കുന്നവൻ നിനക്ക് അനുകൂലമായിട്ടുണ്ട്. അപ്പോൾ ഇത് നിൻ്റെ അവസാനമല്ല. ഇതിനപ്പുറം നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഒരു ഉത്ഥാനമുണ്ട്, ഒരു വിടുതലുണ്ട്, ഒരു ജീവിതമുണ്ട്. ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹനങ്ങൾക്കും അപ്പുറം ആരോട് നോക്കി ദൈവം സംസാരിക്കുന്നു. ഇന്ന് കടന്നു പോകുന്ന വലിയ സഹനങ്ങൾക്കപ്പുറം നിനക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നിനക്കൊരു ഉത്ഥാനമുണ്ട്, ഒരു ജീവിതമുണ്ട്. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിലുള്ളൊരു ജീവിതം. എന്നെ ഒരുപാട് വിഷമിപ്പിച്ച എൻ്റെ ഒരു കോവർക്കർ ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ എന്നെ ചവിട്ടിയായിരിക്കും. അപ്പം ഞാൻ അദ്ദേഹം ഈ ജോലി സ്ഥലത്ത് നിന്ന് ഇട്ടിട്ട് പോകും. പരിശുദ്ധാത്മാ ഉള്ളിൽ പറയും, ആ വ്യക്തിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കരുത്, ഇത് സഹിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഓരോ മെസ്സേജ് തരും. ആ മെസ്സേജാണ് ഞാൻ ഇടയ്ക്ക് എൻ്റെ ജോലി സ്ഥലത്ത് ഇരുന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇടും. അതോ ലക്ഷക്കണക്കിന് മനുഷ്യരെന്നെ കാണുമായിരുന്നു. അന്ന് ഈശോനോട് പറയും, എൻ്റെ ആത്മാവ് അവരോട് സംസാരിക്കുകയാണ്. പക്ഷേ ഞാനന്ന് കടന്നു പോയിക്കൊണ്ടിരുന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിനകത്ത് പറയുന്ന പോലത്തെ കാര്യമില്ല. ഭയങ്കര വൾണറബിൾ സിറ്റുവേഷനിലൂടെയാണ്. കുറേ നാൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം ഈ വ്യക്തിക്ക് വേറൊരു ജോലി കിട്ടി ഇവർ പോകുന്ന അന്ന് അവരെൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ ഇൻടോളറബിളായിട്ട് നിന്നോട് പെരുമാറിയിട്ട് വാട്ട് മെയ്ഡ് യു ടു ഫൊർഗീവ് മീ. അവർ പോകുന്ന സമയത്ത് ഞാൻ അവരോട് വളരെ, കർത്താവിൻ്റെ ആത്മാവ് എന്നോട് വളരെ സ്നേഹത്തോടെ അവരോട് പെരുമാറാനൊക്കെ കൃപ നൽകി. അവരെന്നോട് ചോദിച്ച് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, അവരൊരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തു, എല്ലാ ആൾക്കാരും അവർക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു, നീ മാത്രം എന്തുകൊണ്ടാണ് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, അവർക്കുള്ള ഒരു രോഗാവസ്ഥയെക്കുറിച്ച് എന്നോട് പറഞ്ഞു. ആ രോഗാവസ്ഥ ഉണ്ടെന്ന് അവരാരോടും പറഞ്ഞിട്ടില്ല. ആ രോഗാവസ്ഥ, ഇന്നൊരു രോഗാവസ്ഥ അവർക്കുണ്ട്. ആ രോഗാവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം അവർ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഉണ്ട്, അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ കാരണം അവർ ചില സമയത്ത് അവർ എന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റില്ല. പക്ഷെ ഇവരാരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ആ നാളുകളിൽ ഞാൻ വ്യക്തമായി കണ്ട ഒരു കാര്യം, ഞാനന്ന് ചെയ്ത എല്ലാ ധ്യാന ശുശ്രൂഷകളിലും നിരവധി പേർക്ക് ഇതേ അവസ്ഥകളുള്ളവർക്ക് സൗഖ്യമായിരുന്നു. സൗഖ്യം എന്ന് പറഞ്ഞാൽ മാലപ്പടക്കം പോലെ സൗഖ്യമാണ്. അപ്പോൾ ഈ സൗഖ്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ ദൈവം ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇങ്ങനെ വിടുതലായിക്കൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി, ആ സമയത്ത് ഈ കൃപയുടെ അഭിഷേകം അവിടെ പ്രവർത്തിക്കുമായിരുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. അതൊരു ടെസ്റ്റാണ്. ക്രിസ്തു വെളിപ്പെടും ആ സമയത്ത്. അപ്പോൾ എൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞു തന്നു. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും നൽകുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ ചില വ്യക്തികളോട് ക്ഷമിക്കാനായിരിക്കും. പണ്ട് എൻ്റെ ഫാദറിൻ്റെ കുറേ സ്വത്തുകൾ അപഹരിച്ചുകൊണ്ട് പോയ ചില വ്യക്തികളുണ്ടായിരുന്നു. അപ്പോൾ അവരോട് എൻ്റെ കുടുംബത്തിലുള്ളവരും ബന്ധുമിത്രാദികളൊക്കെ പറഞ്ഞു അവർക്കെതിരെ ഏത് വിധേനയും നിന്ന് അവരെ നേരിടണം, കേസ് കൊടുത്ത്, അല്ലെങ്കിൽ പപ്പ ഉണ്ടായിരുന്ന സമയത്ത് കേസുകൾ നടക്കുവാണ്, പപ്പ മരിച്ചതിന് ശേഷം അത് തുടർന്നു കൊണ്ടുപോയിട്ട് അവരിൽ നിന്ന് അത് തിരികെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു സ്വത്തിൻ്റെ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ലീഗലായിട്ട് ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഈശോ എൻ്റെ ഉള്ളിലോട് പറഞ്ഞു അവരോട് ക്ഷമിക്കുക, അത് വിട്ടുകൊടുക്കുക. ആരും വിട്ടുകൊടുക്കുന്നൊരു സംഭവമല്ല. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സംഭവം കർത്താവ് അന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു നമ്മൾ എന്നാ ചെയ്യേണ്ടത്, വിട്ടുകൊടുക്കുക, അവർ
കൊണ്ടുപോകുന്നവർ കൊണ്ടുപോട്ടെ. നമുക്കതിലും വലിയൊരു സംഭവം ഈശോ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഓർക്കുന്ന കർത്താവിന് വലിയൊരു മഹത്വം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുകയാണ്. നിങ്ങളോട് ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, ഈ ഭൂമിയിൽ വെച്ച് ഈശോയെ പ്രതി, ഈശോയുടെ വചനത്തെ പ്രതി, ഈശോയുടെ സാന്നിധ്യത്തെ പ്രതി എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവ് സൃഷ്ടിച്ച ഈ ഭൂമിയിൽ തന്നെ അതിന് 100 ഇരട്ടി നിങ്ങൾക്ക് ദൈവം നൽകും. അതുമാത്രമല്ല, ദൈവത്തിന് മാത്രം തരാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. സമാധാനം, സ്വസ്ഥത, സന്തോഷം, ദൈവികമായ ജീവൻ്റെ സമൃദ്ധി, ഇത് മുഴുവൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകും. ദൈവം നമ്മളെ സംരക്ഷിക്കും. ഹി വിൽ പ്രൊട്ടക്ട് അസ്. ദൈവം നമ്മളെ സംരക്ഷിക്കും, നമ്മളെ സഹായിക്കും, വിജയം നൽകും. ഞാൻ വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാരുടെ വിഷമം, ദൈവം എല്ലാം വിട്ടുകൊടുക്കുക, അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുമെങ്കിൽ മാത്രം. പരിശുദ്ധാത്മാവ് പറയുന്ന ചില മേഖലകളുണ്ട്. ചില മേഖലകളിൽ ദുഷ്ടൻ അപഹരിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ദാനമായി നൽകിയ സമ്പത്ത്, ജോലി, ഉന്നതങ്ങൾ, ചില ഉന്നതി പൊസിഷനുകൾ, അതൊക്കെ ഈശോയുടെ രക്തം കൊണ്ട് തളിച്ച് മുദ്രയിട്ട് അതിനെ സംരക്ഷിച്ച് പ്രാർത്ഥിക്കണം. പിശാച് പേടിപ്പിക്കുമ്പോൾ എല്ലാം അവിടെ അങ്ങോട്ട് ഇട്ടിട്ട് പോകാനല്ല. ചില മേഖലകളിൽ നിങ്ങൾ വിശ്വസിക്കണം, ഈശോയുടെ കുരിശുബലിയിലൂടെ നീതീകരിക്കപ്പെട്ട നിങ്ങൾക്ക് അധികാരമുണ്ട്. വചനത്തിൽ പറയുന്ന ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിന് അധികാരമുണ്ട്. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. യേശുവേ, അങ്ങയുടെ തിരുരക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന 2 മണിക്കൂറോളമായി ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ മക്കളുടെ ഭവനങ്ങളിലേക്ക് അവിടുന്ന് സന്ദർശനം നടത്തുന്നതിനെ ഓർ നന്ദി പറയുന്നു. ഇന്ന് രാത്രി നടക്കുവാൻ പോകുന്ന ശുശ്രൂഷയ്ക്കായി നന്ദി പറയുന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കായി നന്ദി പറയുന്നു. എല്ലാ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്സഡ് നൈറ്റ്. എനിക്കറിയാം നാട്ടിൽ ഒത്തിരി വൈകി, എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേര് എഴുന്നേറ്റ് ഇന്ന് ഈ ലൈവിൽ പങ്കെടുത്തു. ഇതിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. ഐ എം ഓൺ ദ വേ. ഇനി ഒരു ശുശ്രൂഷ കൂടി ഉണ്ട് ഇവിടെ പള്ളിയിൽ. ഇന്ന് രാവിലെ മുതൽ ശുശ്രൂഷയായിരുന്നു. രാവിലെ ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഒരു ഓൺലൈൻ ശുശ്രൂഷയുണ്ട്. പിന്നെ ഞാനിത് അരമണിക്കൂർ ചെയ്യാമെന്ന് ഓർത്താൽ ഫേസ്ബുക്കിൽ കയറിയത് 2 മണിക്കൂറായി. ഇനി എനിക്ക് ഇവിടെ നിന്ന് 20 മിനിറ്റ് യാത്രയുണ്ട്. അത് കഴിഞ്ഞ് പള്ളിയിൽ ചെന്ന് അവിടെ ഒരു ശുശ്രൂഷ, അത് 7:30 സ്റ്റാർട്ട് ചെയ്യും. എനിക്കൊരു 8:15 കയറിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഐ റിക്വസ്റ്റ് യുവർ പ്രേയേഴ്സ് ഓൾസോ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപയും സമാധാനവും അഭിഷേകവും ഹോളി കമ്മ്യൂണിയൻ്റെ, അവിടുത്തെ കുരിശുബലിയുടെ, പരിശുദ്ധ കുർബാനയുടെ അത്യന്തമായ ശക്തി, തിരുരക്തത്തിൻ്റെ അഭിഷേകം നമ്മളെ ഇന്നും എന്നും എല്ലായ്പ്പോഴും പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ. നമ്മളെ, നമ്മുടെ കുടുംബത്തെ യേശുവിൻ്റെ വിലയേറിയ രക്തം കൊണ്ട്, തലമുറകളെ കർത്താവെ അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങൾ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരൻ. ആമേൻ. വചനം പഠിക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങൾ ഇന്ന് കേട്ട ക്ലാസ് റിവൈൻഡ് ചെയ്ത് കേൾക്കുക. അതൊരു ടീച്ചിങ് സെക്ഷനായിട്ട് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത്. നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങളോട് ദൈവം സംസാരിക്കും. എഴുതി വെക്കുക. ഈ വചനം നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക, മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലെസ് യു.